ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വരുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലേ കോൺഗ്രസ് പറഞ്ഞ എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുക. എന്റെ പൊന്നാര കോൺഗ്രസ് ഇത്ര കൊല്ലം നിങ്ങളിത് പറയാൻ തുടങ്ങി. 10-20 കൊല്ലം മുമ്പ് ഇവരിത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുക. 20 കൊല്ലം മുമ്പ് കോൺഗ്രസ് ഇത് പറയുമ്പോ ബാലുശ്ശേരിയിൽ ഒരു പയ്യൻ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കാൻ അങ്ങനെ പഠിച്ച് അവൻ കോളേജിലെത്തി SFI ആയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി പിടിച്ച് മത്സരിപ്പിച്ചു ബാലുശ്ശേരി. അവന്റെ പേര് സച്ചിൻ ദേവ്, SFIന്റെ സംസ്ഥാന പ്രസിഡന്റ്. അവനിവിടെ തിരുവനന്തപുരത്തെത്തി MLA ആയി. 20 കൊല്ലം മുമ്പ് ഇതുവരെ പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു കുട്ടി നഴ്സറി പഠിക്കുക. ആ കുട്ടി അങ്ങനെ വളർന്ന് ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുകാർ പിടിച്ച് മത്സരിപ്പിച്ച് തിരുവനന്തപുരത്തിന്റെ മേയറാക്കി. അവളുടെ പേര് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്ത് നിന്ന് വന്ന സച്ചിൻ ദേവ് ആര്യ രാജേന്ദ്രനെ കണ്ടു, പ്രണയിച്ചു, കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ടായി. കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സായി. ഇപ്പോഴും കോൺഗ്രസ്സുകാർ വരികയാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അതങ്ങനെ അനന്തമായി നീണ്ടുപോകും. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. നാളെ ഈ അങ്ങാടിയിൽ പൊതുയോഗം വെക്കുമ്പോ കോൺഗ്രസ്സുകാരൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറ, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇല്ലേ, സോണിയാഗാന്ധിയുടെ മരുമോൻ, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, ഈ റോബർട്ട് വധേര BJPക്ക് 170 കോടി രൂപ കൊടുത്തത് എന്തിനാന്ന് നിങ്ങൾ പറ. ഈ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി. പക്ഷേ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. ഞങ്ങളുടെ യുവജന സംഘടനയുടെ പേരാണ് DYFI. ഇത് കണ്ടിട്ടാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയാണ്, ഞങ്ങൾ 30 വീടുണ്ടാക്കും. നല്ല കലക്കിയ വർത്താനം അല്ലേ? ഞാൻ അത്രയും അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തും പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട കോൺഗ്രസേ, എവിടെയാ പണം? സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് പ്രണയം നടിച്ച് പെൺകുട്ടികളെ വിളിച്ച് നീ വാ, മുമ്പിൽ കാണുന്ന സ്ത്രീകളെ മുഴുവൻ ഭോഗവസ്തുവായ ഒരു മനുഷ്യൻ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ നീ തയ്യാറല്ലെങ്കിൽ നിന്നെയും നിന്റെ കുട്ടിയെയും കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ആര്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. മനസ്സിലായില്ല നിങ്ങൾ? എന്റെ വിഷയം അതല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ പണം, വയനാടിന്റെ മനുഷ്യരുടെ പേരിൽ പിരിപ്പിച്ച പണം 5 സ്റ്റാർ ഹോട്ടലുകളിൽ സുഖിക്കാൻ കൊണ്ടുപോയവർ യൂത്ത് കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റുകാർ മതമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ മതമുണ്ടോ എന്നാ ചോദ്യം. എന്നിട്ട് മുരളീധരൻ ചോദിക്കുക, കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? പ്രിയപ്പെട്ട മുരളീധര, എല്ലാ ബഹുമാനാദരവോടുകൂടി പറയുന്നു, അങ്ങയുടെ വന്ദ്യനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ ഈ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചാൽ, തീമഴ പെയ്താൽ, പ്രളയമുണ്ടായാൽ, ഈ കേരള ഭൂമി മലയാളം ആമ്പലം മറഞ്ഞാൽ, എന്ത് സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂരിനാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യ ഭരിക്കുന്നത് ഒരു വർഗീയ സംഘടനയാണ്. RSS എന്ന വർഗീയ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അത് ഭൂരിപക്ഷ വർഗീയത. ഒട്ടും മോശമല്ലാതെ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ വർഗീയതയും വളർന്നുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDPI ഉണ്ട്, അടുത്ത കാലത്തായി കാസയുണ്ട്. ആരും മോശക്കാരല്ല. തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റങ്ങളിൽ പലപ്പോഴും വിലങ്ങുതറിയാവുന്നത് ഈ വർഗീയതയാണ്. നമുക്ക് മുന്നിൽ അതിന് കൃത്യമായ ഉദാഹരണങ്ങളുണ്ട്. ദേശീയ തലത്തിലുള്ള പണിമുടക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞു. നിരവധി പണിമുടക്കുകൾ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. 80കളുടെ അവസാനത്തിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണിമുടക്ക് നടക്കുകയുണ്ടായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 89-ൽ. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളം, ബംഗാൾ, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ ചെന്നൈ, മഹാരാഷ്ട്രയിലെ മുംബൈ, കൽക്കട്ട, ഇന്ത്യയിലെ വ്യാവസായിക നഗരങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു. ഇന്ത്യൻ റെയിൽവേ, നാഡീ നരമ്പ് പോലെ ഈ നാടിനെ ചലിപ്പിക്കുന്ന ഇന്ത്യൻ റെയിൽവേ സ്തംഭിച്ചു. ഇന്ത്യയുടെ വ്യോമഗതാഗതത്തെ പോലും അത് ബാധിച്ചു. ലോകം വിളിച്ചു പറഞ്ഞു, ഇന്ത്യയിൽ ഒരു തൊഴിലാളി വർഗത്തിന്റെ വലിയ മുന്നേറ്റം നടക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗം പ്രതീക്ഷയോടെ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോ, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് വേണ്ടി ലോകമാധ്യമങ്ങൾ കാതോർത്തിരിക്കുമ്പോ 92 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായി. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തിന് അതൊരു വിഘാതമായി. വർഗാധിപത്യത്തിന് വേണ്ടി സംസാരിച്ചിരുന്നവരുടെ മനസ്സുകളിൽ പോലും
വർഗീയതമെല്ലാം കടന്നു കയറാൻ തുടങ്ങി. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി BJP ഇന്ന് ഭരണം തുടരുന്നത്, അവരാഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുക എന്ന തത്വശാസ്ത്രത്തിലൂടെയാണ്. ഈ തത്വശാസ്ത്രം കണ്ടുപിടിച്ചത് BJPക്കാരും RSSും അല്ല. പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ ഇന്ത്യ അടക്കി ഭരിച്ചവരാണ് ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാർ എന്തിനാ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്? സ്കൂളിലെ പുസ്തകത്താളുകളിൽ ഞാനും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തിനാ വന്നിട്ടുള്ളത്? കച്ചവടത്തിന്. ആ കച്ചവടത്തിന് വന്ന കമ്പനിയുടെ പേരെന്താ? നിങ്ങൾ മറന്നോ? സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ പേര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിന് വന്നവരാണ്. ബ്രിട്ടീഷ് രാജാക്കന്മാര് ആയുധമായി കടന്നു വന്ന് ഈ രാജ്യത്തെ കീഴടക്കിയതല്ല, കച്ചവടത്തിന് വന്നവർ. കച്ചവടത്തിന് അവര് മാത്രമാണ് വന്നത്, ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും അല്ല. നിങ്ങള് ശംഖുമുഖം കടപ്പുറത്ത് പോയി നോക്ക്. ഇവിടുന്ന് പടിഞ്ഞാറ്റ് നോക്കിയാൽ കാണുന്ന കടലിന്റെ പേര് അറബിക്കടലിനാണ്. എന്തേ ആ കടലിന് അറബിക്കടൽ എന്ന പേര് വരാനുള്ള കാരണം? ആ കടലിലൂടെയാണ് അറബികൾ നമ്മുടെ നാട്ടിലേക്ക് കച്ചവടത്തിന് വന്നിട്ടുള്ളത്. ആ കടലിനപ്പുറമാണ് അറബ് നാടുകൾ. അതുകൊണ്ടാണ് അതിന് അറബിക്കടൽ എന്ന പേര് വന്നത്. അറബികൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? പായ്ക്കപ്പലിൽ. പഴയ കാലത്ത് കാറ്റിന്റെ ഗതിക്കനുസരിച്ചാണ് പായ്ക്കപ്പൽ നീങ്ങുക. അതുകൊണ്ട് അറബികൾ വരുന്നത് സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ വാരത്തിലാണ്. എന്തേ അങ്ങനെ? സെപ്റ്റംബറിന്റെ ആദ്യത്തിൽ അറബിക്കടലിന്റെ കാറ്റ് പടിഞ്ഞാറ്റിൽ നിന്ന് കിഴക്കോട്ടാണ്. പായ്ക്കപ്പൽ നിവൃത്തിയാൽ മതി, കേരളത്തിലെത്തും. മെയ് മാസത്തിന്റെ അവസാനത്തിൽ അവർ തിരിച്ചു പോകും. പായ്ക്കപ്പല് പായ നിവൃത്തിയാൽ മതി, കാറ്റ് പടിഞ്ഞാറ്റാണ്, അവർ അങ്ങോട്ട് പോകും. അവരെന്താ കൊണ്ടുവന്നിട്ടുള്ളത്? കാരക്കയും സുഗന്ധദ്രവ്യങ്ങളും. സ്വർണം കയറ്റിയ കാരക്ക അല്ല കേട്ടോ, ഒറിജിനൽ കാരക്ക. അതവരിവിടെ വിറ്റു. ഇവിടുന്ന് എന്താ അവർ തിരിച്ചു കൊണ്ടുപോകുന്നത്? കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, വീട്ടിയുണ്ട്, തേക്കുണ്ട്. പക്ഷെ അറബികൾക്ക് ചിലപ്പോൾ മെയ് മാസത്തിൽ തിരിച്ചു പോകാൻ കഴിയില്ല. എന്താ കാരണം? ഇപ്പൊ നിങ്ങൾ നോക്ക്, സെപ്റ്റംബർ 8 ഇന്നും ഇപ്പൊ മഴ പെയ്യാനുള്ള സാധ്യതയാണ്. ന്യൂനമർദ്ദം. ഇപ്പോ മാസത്തിനനുസരിച്ചല്ല മഴ, ന്യൂനമർദ്ദത്തിനനുസരിച്ചാണ്. അന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം. മെയ് മാസത്തിൽ ചിലപ്പോൾ അറബികൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, കാറ്റ് കിട്ടില്ല, കടൽ ഇളകിയിട്ടുണ്ടാകും. അപ്പൊ അവര് പോവില്ല, അവരിവിടെ തന്നെ താമസിക്കും. എന്റെ നാട്ടിൽ കോഴിക്കോട് സാമൂതിരിയുമായി കച്ചവടം നടത്തിയിരുന്ന അറബികൾ തിരിച്ചു പോകാൻ കഴിയാതെ കോഴിക്കോട് കടപ്പുറത്ത് തമ്പടിച്ചു. അവർക്ക് ഭാര്യമാരും കുട്ടികളും ഉണ്ട് അവരുടെ നാട്ടിൽ. അവരുമായി അകന്ന് 1 വർഷവും 1.5 വർഷമൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ വലിയ പ്രയാസം അവർക്കുണ്ടാവും. അത് തിരിച്ചറിയുന്നവനായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജാവ്. അത് എന്ത് ചെയ്തു? കോഴിക്കോട് കടപ്പുറത്തെ ഹിന്ദു സ്ത്രീകളെ ഈ അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അന്ന് മുസ്ലിം ലീഗിന്റെ അബ്ദുറഹ്മാൻ കല്ലായി എന്ന തമ്മാടി ജീവിച്ചിരിക്കാത്തത് കൊണ്ട് അതിന് വ്യഭിചാരം എന്ന് പേര് വിളിച്ചില്ല. അന്ന് RSSകാര് നാട്ടിലില്ലാത്തത് കൊണ്ട് അതിന് ലവ് ജിഹാദ് എന്ന പേരും വിളിച്ചില്ല. ആ അറബികൾക്ക് മക്കളുണ്ടായി. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, നമ്മളെ മാതിരി തന്നെ. 2 കണ്ണ്, 2 ചെവി, 1 മൂക്ക്, 1 വായ, 2 കൈ, 2 കാല്, അങ്ങനെ തന്നെയാണ്. അതങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. അരിക്കൊമ്പരും പിടിയാനയും തമ്മിൽ ഇണചേർന്നാൽ ആനക്കുട്ടി ഉണ്ടാവും. പശുവും മൂരിയും തമ്മിൽ ഇണചേർന്നാൽ പശുക്കുട്ടി ഉണ്ടാവും. മനുഷ്യനും തമ്മിൽ ചേർന്നാൽ മനുഷ്യക്കുട്ടികളുണ്ടാവും. അവരുടെ പിന്മുറക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അറബികൾ മാത്രമല്ല നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് വന്നിട്ടുള്ളത്, ചൈനക്കാർ വന്നിട്ടുണ്ട്. ചൈനക്കാർ കൊണ്ടുവന്നൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ. എന്താ ചേച്ചി അതിന്റെ പേര്? എന്താ ഇത്താത്ത അതിന്റെ പേര്? നമ്മൾ മീൻ പൊരിക്കുന്ന പപ്പടമൊക്കെ കാച്ചുന്ന എന്താ പേര്? ചീനച്ചട്ടി. ചീൻചട്ടി എന്നല്ലേ ഇവിടെ പറയാ? അതെ, എന്റെ നാട്ടിലൊക്കെ ചീൻചട്ടി എന്നാ പറയാ. പക്ഷേ പ്രസംഗത്തിൽ ചോദിച്ചാൽ അവരൊന്ന് നന്നാക്കി പറയും, ചീനച്ചട്ടി. അങ്ങനെ പറഞ്ഞത് നന്നായി. ആ ചട്ടിയുടെ പേരിന്റെ മുമ്പിൽ ഒരു രാജ്യത്തിന്റെ പേരുണ്ട്. എന്താ പേര്? ചീന. ചൈനക്കാർ കൊണ്ടുവന്നതാ. ഞാൻ ഒരിക്കലും പ്രസംഗിച്ചപ്പോൾ ലീഗുകാർ പറഞ്ഞു അത് അന്ന അലൂമിനിയം കമ്പനി ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഉണ്ടാക്കുന്ന അന്ന അലൂമിനിയം കമ്പനിയാണ്. ചൈനക്കാർ കൊണ്ടുവന്നുകൊണ്ടാണ് അതിന് ചീനച്ചട്ടി എന്ന് പേര് വന്നത്. ഇപ്പൊ മാങ്ങ ഉപ്പിലിടാറുണ്ടോ? ഇവിടെയൊക്കെ കുറവാണ്. മാങ്ങ ഉപ്പിലിടുന്ന ഭരണിന്റെ പേരെന്താ? ചീന ഭരണി അല്ലേ? ചൈനക്കാർ കൊണ്ടുവന്നത്. കൊച്ചി കായലിൽ പോയി നോക്ക്, രാവിലെ ഒരു വലയിറക്കും, വൈകുന്നേരം പൊക്കും, നല്ല മീൻ കിട്ടും. എന്താ പേര്? ചീന വല അല്ലേ? നമ്മുടെ നാട്ടിലെ പഴയ നായർ സ്ത്രീകൾ മുടി കെട്ടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു കൊമ്പുണ്ടാവും. നിങ്ങൾ ചൈനയിൽ പോയി നോക്ക്, പഴയതുപോലെയല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് റെഡിമെയ്ഡ് എടുക്കാൻ വരെ ആളുകൾ ചൈനയിൽ പോകുന്നു. ചൈനയിൽ ഹണും പെണ്ണുമൊക്കെ ഇങ്ങനെ മുടി കെട്ടിയവര് പഴയ ആളുകൾ എപ്പോഴും കാണാം. നമ്മുടെ നാട്ടിൽ പഠിപ്പുരകൾ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അത് പോയി. ഇപ്പൊ പ്രവാസികൾ വീണ്ടും പഠിപ്പുരകളൊക്കെ തുറന്നു. നിങ്ങൾ ചൈനയിൽ പോയി നോക്ക്, ഒരുവിധം വീടിനൊക്കെ പഠിപ്പുര ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ചൈനക്കാരുമായി നമ്മൾ സാംസ്കാരിക വിനിമയം ഉണ്ടായി, കച്ചവട ബന്ധമുണ്ടായി, അറബികളുമായി കച്ചവട ബന്ധമുണ്ടായി, അങ്ങനെ പോയി ഇല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. അവരിൽ നിന്നാണ് ഈ നാടിന്റെ ഈ സമ്പത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ് പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി.
പോർട്ടുഗീസുകാരനായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയത് എന്റെ നാട്ടിലാണ്, കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത്. അദ്ദേഹം വന്നത് ഒരു വൈകുന്നേരമാണ്. വൈകുന്നേരം അദ്ദേഹം വന്ന ദിവസം തന്നെ ഒരു കുരുത്തക്കേടുണ്ടായി. അപ്പൊ നമ്മുടെ വീട്ടിൽ വൈകുന്നേരം പെട്ടെന്ന് ഒരു അതിഥി വന്നാൽ നമ്മൾ ചായ കൊടുക്കും. കടിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ബേക്കറിയിലേക്ക് ഓടിക്കും. അന്ന് ബേക്കറി ഇല്ല. സാമൂതിരി രാജാവ് ഈ പോർട്ടുഗീസുകാരനെ വാസ്കോഡ ഗാമയെ കൊട്ടാരത്തിൽ കൊണ്ടുപോകും. എന്നിട്ട് ചായ കൊടുത്തു. നേന്ത്രപ്പഴം, മൈസൂർ പഴം, പൂവമ്പഴം, ചക്കച്ചൊള ഒക്കെ വെച്ചു കൊടുത്തു. അപ്പോ ഇയാൾക്ക് വാസ്കോഡ ഗാമക്ക് ഇത് കഴിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി. അപ്പൊ സാമൂതിരി രാജാവ് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ പഴമെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. കഷ്ടകാലത്തിന് വാസ്കോഡ ഗാമ എടുത്തത് ചക്കച്ചോളയാണ്. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പോർട്ടുഗീസുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. ഇപ്പൊ ഇവിടുത്തെ സാധനത്തിന്റെ പ്രത്യേകത എന്താ? ചരിത്രം പഠിച്ചവർക്ക് മനസ്സിലാവും. കുട്ടികൾ കോളേജിൽ പോയിരുന്നു. യൂറോപ്പിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തിയപ്പോ നാടൻ മധ്യസ്ഥം പറഞ്ഞ് തീർത്തത് എങ്ങനെയാ അറിയോ? 2 കപ്പൽ കുരുമുളക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാ. കറുത്ത പൊന്ന്. നിലമ്പൂർ ഇലക്ഷന് വന്നിരുന്നോ മധുസഖാവേ? വന്നിട്ടില്ല. തിരുവനന്തപുരത്തുകാരൊക്കെ വന്നത് നിലമ്പൂര് രാജ്യറാണി എക്സ്പ്രസിലാണ്. നിലമ്പൂരേക്ക് ഏത് കാലത്തുണ്ട് അറിയോ ട്രെയിൻ? ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ട്. നിലമ്പൂരിൽ നിന്ന് ആരാ തിരുവനന്തപുരത്തേക്ക് വരാൻ നിൽക്കുന്നു? നിലമ്പൂർ കാട്ടിലെ തേക്കുകൾ കടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. തേക്കും വീട്ടിയും എല്ലാം. പക്ഷെ ഇത് കച്ചവടം ചെയ്യണം. അപ്പൊ ഇവരിങ്ങനെ വിചാരിച്ചു, ഇതൊക്കെ പകരം ഒന്നുകിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ മറ്റു സാധനം കൊടുക്കണം. ഈ നാട് തന്നെ സ്വന്തമാക്കിയാലോ? അവരിങ്ങനെ ആലോചിച്ചു. പരശുരാമൻ മഴുവെറിഞ്ഞിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അന്ന് കേരളം ഇല്ല. തിരുവിതാംകൂർ വേറെ, തിരുകൊച്ചി വേറെ, മലബാർ വേറെ, വ്യത്യസ്ത നാട്ടുരാജാക്കന്മാർ, നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാർ. ഈ നാട്ടുരാജാക്കന്മാര് തമ്മിൽ അനങ്ങിയ തെറ്റും, തെറ്റിയാൽ യുദ്ധം, മൂക്ക് തോണ്ടിയ ദേശത്തിന് യുദ്ധം, അങ്ങനെ യുദ്ധങ്ങൾ നടക്കും. ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും എന്ത് ചെയ്തു? ആയുധ കച്ചവടം തുടങ്ങി. അന്നുണ്ട് ആയുധ കച്ചവടം. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഗാസയിലെ യുദ്ധം അവസാനിക്കില്ല, ഉക്രൈനിലെ യുദ്ധം അവസാനിക്കില്ല. എന്താ കാരണം? അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ 34% ഇപ്പോഴും ആയുധ കച്ചവടമാണ്. അന്നുണ്ട് ആയുധ കച്ചവടം. ഇവർ ഈ രാജാക്കന്മാർക്ക് ആയുധം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധത്തിൽ ഇടപെടാൻ തുടങ്ങി. ക്രമേണ ഇവർ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടു. നിങ്ങളുടെ തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മയെ തോൽപ്പിച്ചു, വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ചു, കൊച്ചിയിലേക്ക് വന്ന് കൊച്ചി രാജാവിനെ തോൽപ്പിച്ചു, കോഴിക്കോട് വന്ന് സാമൂതിരിയെ തോൽപ്പിച്ചു, വയനാട് മലമലക്കിലേക്ക് കയറി പയശ്ശിയെ തോൽപ്പിച്ചു, അങ്ങ് മൈസൂരിലേക്ക് കയറി ടിപ്പുവിനെ തോൽപ്പിച്ചു, ഹൈദരലിയെ തോൽപ്പിച്ചു, ഡക്കാൻ പീഠഭൂമിയിലേക്ക് കയറി മുഗളന്മാരെ തോൽപ്പിച്ചു, ശിവജിയെ തോൽപ്പിച്ചു, റാണി ചന്ദ്രബായിയെ തോൽപ്പിച്ചു, ഝാൻസി റാണിയെ തോൽപ്പിച്ചു. അങ്ങനെ പൂർണ്ണമായി ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. നമ്മൾ അവരുടെ അടിമകളായി. ഒരുപാട് സമരങ്ങൾ, യുദ്ധങ്ങളൊക്കെ രാജാക്കന്മാർ ചെയ്തു. എല്ലാ യുദ്ധവും പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാർ ജയിച്ചു കയറി നിന്നു. പക്ഷെ ഒരു യുദ്ധം നമ്മൾ ജയിച്ചു. 1940 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 അന്ന് ആ സമരത്തിന് താന്തിയ തോപ്പി നേതൃത്വം നൽകി. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ, റാണി ചന്ദ്രബായി, ഝാൻസി റാണി, അങ്ങനെ തുടങ്ങിയ പലരും പങ്കെടുത്തു. ബ്രിട്ടീഷ് പട്ടാളത്തിൽ അംഗമായിരുന്ന ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പട്ടാളക്കാർ പങ്കെടുത്തു. ആ യുദ്ധം നമ്മൾ ജയിച്ചു. ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ കയ്യിൽ കിട്ടിയപ്പോ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരിയാക്കി. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നാൽ നമ്മൾ പരാജയപ്പെടും. ആരായി നമ്മൾ? ബ്രിട്ടീഷുകാർ. ആരാണെന്ന് ബ്രിട്ടീഷുകാർ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. ഇപ്പൊ നിങ്ങൾ നോക്ക്, തിരുവനന്തപുരം ജില്ലയിലെ നിങ്ങളുടെ ഈ നാട്ടില് ഇപ്പൊ സമയം 6 മണിയോടടുക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇടം ഒന്ന് തുറന്നു നോക്ക്. തുറക്കാനുള്ള സാധനം ഞാൻ തരാം സഖാവേ. ഞങ്ങളുടെ നാട്ടിൽ വയനാട്, മേപ്പാടി, കള്ളാടി തുരങ്കപാത വരികയാണ്. മല തുറന്നിട്ട് ചൊരയില്ലാതെ വയനാട്ടിലേക്ക് ആ തുറക്കുന്ന യന്ത്രം കൊണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് തുറന്നു നോക്കി. ഈ ഉരുണ്ട ഭൂമിയാ മറുഭാഗത്തെത്തും. മറുഭാഗത്തേതാ രാജ്യം? അമേരിക്ക. അമേരിക്കയിൽ ഇപ്പൊ സമയം എത്രയാണ്? നേരം പരപരാ വെളുക്കാണ്, 6 മണി. ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോ അമേരിക്കയിൽ സൂര്യൻ ഉദിക്കും. ഇന്ത്യയും അമേരിക്കയും അന്ന് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. അവരിങ്ങനെ ആലോചിച്ചു, ഇന്ത്യക്കാരനെ പരാജയപ്പെടുത്താൻ എന്തായുധം പ്രയോഗിക്കണം? അപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് ഒരാശയം ആയുധമായി കടന്നു വന്നത്. നയാ പൈസയുടെ മുടക്കില്ല. വൈക്കോൽ കൂലയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഒരതിയിടുന്നത് പോലെ ഒരതിയിട്ട് കൊടുത്താൽ മതി, സ്വയം ആളിക്കത്തി നശിക്കും. എന്താണത്? ഇന്ത്യക്കാരനെ വിഭജിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക. ബ്രിട്ടീഷുകാരൻ ആ തത്വശാസ്ത്രം ഇന്ത്യയിൽ പ്രയോഗിച്ചു. നിരവധി പതിറ്റാണ്ടുകൾ അവൻ ഇന്ത്യക്കാരനെ ഭരിച്ചു.
പിന്നീട് നടന്ന ഉജ്ജ്വലമായ പോരാട്ടം അഹിംസ എന്ന മുദ്രാവാക്യത്തിലൂടെ, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അഹിംസ എന്ന മുദ്രാവാക്യത്തിലൂടെ മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം, ആയുധമെടുത്ത് പോരാടി INA രൂപീകരിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള സമരം, ഭഗത് സിംഗിനെ പോലുള്ള ധീരരായ ഒറ്റപ്പെട്ടവരുടെ ഐതിഹാസികമായ സായുധ പോരാട്ടം, അതിന്റെ എല്ലാം ബാക്കി പത്രമായി 1940 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ആ ആഗസ്റ്റ് 15 പ്രഭാതത്തിൽ ചെങ്കോട്ടയിൽ യുഗപ്രഭാവനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് ഉയർത്തുകയാണ്. 10,000-കണക്കിന് ആളുകൾ ആ കാഴ്ച കാണാൻ ചെങ്കോട്ടയിലുണ്ട്. അന്നും ലോകത്ത് ടെലിവിഷൻ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നമ്മുടെ നാട്ടിലില്ലാന്നേ ഉള്ളൂ, അതിലൂടെയും ആളുകൾ കാണുന്നു. ചെങ്കോട്ടയിലെ 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ നോക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തുന്ന കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യനെ കാണുന്നില്ല, ആ വേദിയിൽ കാണുന്നില്ല. അവരെ ഇങ്ങനെ തെരഞ്ഞ് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അവസാനം ആരാണ് ആ മനുഷ്യൻ? മനസ്സിലായ നിങ്ങൾക്ക്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അവിടെയില്ല. എവിടെയാണ് അയാൾ? ബംഗാളിന്റെ മണ്ണിൽ. എന്താണ് അവിടെ ഗാന്ധി എന്തിനാണ് ബംഗാളിൽ പോയത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗിന്റെയും എല്ലാം ഇടപെടലിന്റെ ഭാഗമായി ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാജ്യമുണ്ടായി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക്. അവർ കണ്ടുമുട്ടിയത് ബംഗാളിന്റെ മണ്ണിൽ. ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം ഉണ്ടായി ബംഗാളിൽ. 1.25 ലക്ഷത്തോളം ആളുകൾ വെട്ടിമരിച്ചു ബംഗാളിന്റെ മണ്ണിൽ. സാന്ദർഭികമായി പറയാം, ആ ബംഗാള് 34 കൊല്ലം ഭരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 34 കൊല്ലം. ഞങ്ങൾ എതിർക്കുന്ന കോൺഗ്രസും ലീഗും എല്ലാവരും ഉണ്ടല്ലോ അവിടെ. ഞങ്ങൾ ചോദിക്കട്ടെ, 34 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ബംഗാളിന്റെ മണ്ണിലുണ്ടായ ഒരു വർഗീയ കലാപത്തെ കുറിച്ച് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞങ്ങളെ പരാജയപ്പെടുത്തി എല്ലാവരും കൂടി. ഇന്ന് മമത ഭരിക്കുന്ന ബംഗാൾ മത്സരിക്കുക മഹാരാഷ്ട്രയോട്, മധ്യപ്രദേശിനോട്, ഗുജറാത്തിനോട്, രാജസ്ഥാനിനോട്. എന്തിനാ? വർഗീയ കലാപത്തിലെ 5ാം സ്ഥാനത്തിന് വേണ്ടി. കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിന്റെ വില അറിയൂ. സാന്ദർഭികമായി പറയാണ്, ആ ബംഗാളിന്റെ മണ്ണിലാണ് ഗാന്ധി. പട്ടേൽ പറഞ്ഞു ഗാന്ധിയോട് അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. പണ്ഡിറ്റ്ജി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഗാന്ധിയോട് അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. ഗാന്ധി എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ ദേശീയ പതാക ആകാശത്തേക്ക് ഉയരട്ടെ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് വിരിയട്ടെ. എനിക്കിത്തിരി ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ബംഗാൾ ശാന്തമായി തുടങ്ങിയപ്പോ ഗാന്ധി വന്നു ഡൽഹിയിലേക്ക്. നേരെ പോയത് പാർലമെന്റിലേക്കല്ല, ഇന്ത്യയുടെ പാർലമെന്റിനകം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കണ്ടിട്ടില്ല. അദ്ദേഹം പോയത് ബിർള മന്ദിരത്തിലേക്ക്. എന്തിനാണ്? പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ. ശേഷം നിങ്ങൾക്കറിയാവുന്ന ചരിത്രം. ബിർള മന്ദിരത്തിന്റെ മുറ്റത്തേക്ക് വൈകിയെത്തി വളരെ വേഗതയിൽ നടന്നു പോകുന്ന ഗാന്ധിയുടെ മുമ്പിലേക്ക് RSSന്റെ നിർദ്ദേശപ്രകാരം നാഥൂറാം വിനായക് ഗോഡ്സെ വരുന്നു. ഗാന്ധിയുടെ തൃപ്പാദങ്ങളിൽ മുട്ടുകുത്തി ചുംബിക്കുന്നു. എന്നിട്ട് എണീറ്റ് നിന്ന് അരയിൽ ഒളിപ്പിച്ചു വെച്ച റിവോൾവർ വലിച്ചൂരി അർദ്ധനഗ്നനായ ഫക്കീറിന്റെ വിരിമാറിലേക്ക് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്നു. ആ അസ്ഥി നെഞ്ചുകൂടം തുളച്ചു കയറി വെടിയുണ്ട പോയി. ചീറിപ്പാഞ്ഞുപോയ വെടിയുണ്ട തുളച്ചു കയറി രക്തം ചീറ്റി ബിർള മന്ദിരത്തിന്റെ മുറ്റത്ത് പടഞ്ഞു വീണ് മരിക്കുമ്പോ, തന്റെ അവസാനത്തെ ശ്വാസവും നിലക്കാൻ പോകുമ്പോ, ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിയ വന്യവയോധികൻ അവസാനമായി പിറുപിറുത്തം എന്താ അറിയോ? ഹേ റാം, ഹേ റാം, എന്റെ രാമ, എന്റെ രാമ. എന്തേ ഗാന്ധി അങ്ങനെ പറയാൻ? കടുത്ത രാമഭക്തനാണ് ഗാന്ധി. ഗാന്ധിക്കറിയാണ് ഞാൻ മരിക്കാൻ പോവാണ്. ഞാൻ മരിച്ചാൽ ചെല്ലുന്ന എങ്ങോട്ടാണ്? ദൈവത്തിന്റെ അടുത്തേക്ക്. അപ്പൊ വിളിക്കാണ് ദൈവത്തിനെ, രാമ 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 രാമ, ഇല്ലേ? എന്നാ ഗാന്ധിയെ വെടിവെച്ചവൻ വിളിച്ചത് എന്താണ്? ജയ് ശ്രീരാം, ശ്രീരാമൻ ജയിക്കട്ടെ. ഓന്റെ അഭിപ്രായത്തിൽ ശ്രീരാമനെ സംരക്ഷിക്കാൻ ഓൻ ആയുധമെടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാരാജാസിന്റെ തിരുമുറ്റത്ത് അഭിമന്യുവിന്റെ നെഞ്ചത്ത് കത്തി താഴ്ത്തിയപ്പോ SDPക്കാരൻ വിളിച്ച മുദ്രാവാക്യം എന്താണ്? ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. ഓന്റെ അഭിപ്രായം എന്താണ്? അള്ളാനെ സംരക്ഷിക്കാൻ ആ കൊടാത്തിയും കത്തിയും എടുക്കണം, ഇല്ലേ? ഇവിടെ പല മതക്കാരിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എല്ലാ മതക്കാരുടെയും വിശ്വാസം എന്താണ്? സൃഷ്ടി സംഹാരത്തിന് അവകാശം ദൈവത്തിനാണ്. മനുഷ്യനെ സൃഷ്ടിക്കാനും അവന്റെ മരണവും തീരുമാനിക്കുന്നത് ദൈവത്തിനാണ്. ആ ദൈവത്തിന് കാവലിക്കാണ് ആര്? RSSകാരൻ. ആ ദൈവത്തിന് കാവലിക്കാണ് ആര്? SDPക്കാരൻ. ദൈവനിന്ദയല്ലേ ഇത്? ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല, ഇല്ലേ? സാന്ദർഭികമായി പറയാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാജ്യം ഉണ്ടായല്ലോ, മതത്തിന്റെ പേരിൽ ഒരു രാജ്യം നിലനിൽക്കോ? നിൽക്കൂല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ജന്മം.
കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഉണ്ടായി. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ആളുകൾ കിഴക്കൻ പാകിസ്ഥാനിലെ ആളുകളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഉറുദു ദേശീയ ഭാഷയാക്കണം. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഏതാണ് ബംഗ്ലാദേശിലെ ജനങ്ങള്? ബംഗാളിൽ നിന്ന് പോയവര് ആരാ? ബംഗാളികള്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന മഹാകവി ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയ പ്രശസ്തരായ എഴുത്തുകാര്, കവികള്, ചിന്തകര് എല്ലാമുള്ള ബംഗാളി എന്ന മഹത്തായ ഭാഷ, ആ ഭാഷ ഉപേക്ഷിക്കണം, ഉറുദു എന്ന ഭാഷ. അങ്ങനെ പലതും അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയപ്പോ അവിടെ അവാമി ലീഗ് ഉണ്ടായി. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ അവര് പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് പട്ടാളക്കാർ വന്നിറങ്ങി. എങ്ങോട്ട്? കിഴക്കൻ പാകിസ്ഥാനിലേക്ക്. അവര് വെടിവെച്ചു കൊന്നു. ആരെ? കിഴക്കൻ പാകിസ്ഥാനിലുള്ളവരെ. ആരാ വെടിവെക്കുന്നത്? മുസ്ലിമായ പട്ടാളക്കാരൻ. ആരെയാ വെടിവെച്ചു കൊല്ലുന്നത്? മുസ്ലിമായ മനുഷ്യനെ. അവിടെ കൂട്ടബലാത്സംഗം നടത്തി ഈ പാകിസ്ഥാൻ പട്ടാളക്കാര്. ആരെയാ ബലാത്സംഗം ചെയ്ത്? ബംഗ്ലാദേശിലെ മുസ്ലിം സ്ത്രീകളെ. ആരാ ബലാത്സംഗം ചെയ്തത്? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വന്ന മുസ്ലിമായ പട്ടാളക്കാരൻ. ഇല്ലേ? സാന്ദർഭികമായി പറയാണ്, ഞാനിപ്പോ ഇവിടെ വന്നു, എനിക്കറിയില്ലല്ലോ ഇവിടെ ഇരിക്കുന്നവര് കമ്മ്യൂണിസ്റ്റുകാരാണ്, ലീഗാരാണ്, കോൺഗ്രസ്സുകാരാണ്, നിങ്ങൾക്കറിയും. പക്ഷെ ഇവിടെയുള്ള ഒരു സഖാവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ, ഇത് ലീഗാണ്, ഇത് കോൺഗ്രസ് ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തരാനുണ്ടെങ്കിൽ ആളെ മനസ്സിലാവും. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന പട്ടാളക്കാർക്ക് കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗുകാരനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ആരാന്നറിയോ? ജമാഅത്തെ ഇസ്ലാമി. UDF കാരൻ കൂടെ കൂട്ടിയ ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയവാദികളുണ്ടല്ലോ, ആ വർഗീയവാദികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മുസ്ലിമിനെ കൊല്ലാൻ, മുസ്ലിമിനെ ബലാത്സംഗം ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, ചരിത്രം എന്താ? അവിടെ ഇന്ത്യയുടെ ഇടപെടലുണ്ടായി. ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടായി. അവിടെ തൂക്കിക്കൊന്നത് എത്ര പേരെ അറിയോ? 18ഓളം വരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർമാരെ. എന്തിനാണ്? കൂട്ടക്കുരുതിക്കും കൂട്ടബലാത്സംഗത്തിനും നേതൃത്വം കൊടുത്തവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഇല്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മതത്തിന്റെ പേരിൽ ഒരു രാജ്യവും നിലനിൽക്കില്ല. ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? RSS ആണ്. RSSന്റെ തത്വശാസ്ത്രം എന്താണ്? ഇന്ത്യയിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ശൂദ്രനെക്കാളും താഴ്ന്നവര് ആരാണ്? പറയര്, പുലയര്. നിങ്ങൾ കേരളത്തിലെ പറയര്, പുലയര് എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാണ്. പറഞ്ഞ നാവ് വായിലിടുന്നതിന് മുമ്പ് വായിലെ പല്ല് നിലത്തുണ്ടാവും. കേരളത്തിൽ മാത്രം. മനസ്സിലായ നിങ്ങൾക്ക്? ഈ കേരളം വിട്ടൊന്ന് പോയി നോക്കണം നിങ്ങൾക്ക്, അപ്പൊ അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഈ വർഗീയ ശക്തികൾ ഇന്ത്യ ഭരിക്കുമ്പോ അതിനെതിരെ പ്രതിരോധിക്കാൻ ആരുണ്ട്? അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി. എന്തേ ഞാൻ അങ്ങനെ പറയാൻ? 1925 ഇന്ത്യയിൽ RSS രൂപീകരിക്കുമ്പോ അവര് 3 പേരെ ശത്രുക്കളായി അന്ന് പ്രഖ്യാപിച്ചു. രൂപീകരിച്ച കാലത്ത് ആരാണ് ശത്രു? ഒന്നാം ശത്രു മുസ്ലിം, രണ്ടാം ശത്രു ക്രിസ്ത്യാനി, മൂന്നാം ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. മതത്തിന്റെ പേരിൽ ഹിന്ദു രാജ്യം ഉണ്ടാക്കണമെന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് മറ്റു മതങ്ങൾ അതിന്റെ ശത്രുക്കളാവും. അതുകൊണ്ടാണ് മുസ്ലിം ശത്രുവായത്, അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ശത്രുവായത്. ഒറ്റ ചോദ്യം, എന്തേ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുവാവാനുള്ള കാരണം? ഒറ്റ ഉത്തരേ അതിനുള്ളൂ. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ നെഞ്ചു വിരിച്ച് കാവൽ നിൽക്കുന്നത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാർ, CPM-കാർ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കിയാലേ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ കഴിയൂ എന്നവർക്ക് ബോധ്യം വന്നു. 14 വർഷം മുമ്പ് ഡൽഹിയിൽ വെച്ച് ചേർന്ന ലോക ഹിന്ദു മഹാസമ്മേളനത്തിൽ അവരതൊന്ന് തിരുത്തി. അവർ പറഞ്ഞു, M എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പേരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. ഒന്നാമത്തെ ശത്രു മാർക്സിസ്റ്റുകൾ, രണ്ടാമത്തെ ശത്രു മുസ്ലിങ്ങൾ, മൂന്നാമത്തെ ശത്രു മെഷീനറികൾ. ഛത്തീസ്ഗഡ് കണ്ടില്ലേ മെഷീനറിമാരെ ആക്രമിക്കുന്നത്? പിന്നെ മെത്തോളജിസ്റ്റുകൾ, ഭൗതികവാദികൾ. അങ്ങനെ പോയി. എന്തേ ഒന്നാം ശത്രു മുസ്ലിം എന്നുള്ളത് മാറി മാർക്സിസ്റ്റുകൾ എന്നായത്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നെഞ്ചു വിരിച്ച് കാവൽ നിന്ന് രക്തസാക്ഷികളായത് മാർക്സിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് അവരെ ഒന്നാം ശത്രുവാക്കണം. എന്നാൽ നമ്മുടെ രാജ്യത്ത് കാണുന്ന കാഴ്ച എന്താണ്? നമ്മുടെ രാജ്യത്ത് നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളെ പാർലമെന്റ് മണ്ഡലം ഏതാ സഖാവേ? ആറ്റിങ്ങൽ പറഞ്ഞു. ഇതൊക്കെ എന്ത് പാർലമെന്റ് മണ്ഡലം? എന്റെ മണ്ഡലത്തിലേക്ക് വാ നിങ്ങൾ. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വരുന്ന. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ, അല്ലേ, കോൺഗ്രസ് പറഞ്ഞ എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുക. എന്റെ പൊന്നാര കോൺഗ്രസ് ഇത്ര കൊല്ലം നിങ്ങളിത് പറയാൻ തുടങ്ങി. 10-20 കൊല്ലം മുമ്പ് ഇവരിത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുക. 20 കൊല്ലം മുമ്പ് കോൺഗ്രസ് ഇത് പറയുമ്പോ ബാലുശ്ശേരിയിൽ ഒരു പയ്യൻ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കാൻ
അങ്ങനെ പഠിച്ച് അവൻ കോളേജിലെത്തി SFI ആയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി പിടിച്ച് മത്സരിപ്പിച്ചു ബാലുശ്ശേരി. അവന്റെ പേര് സച്ചിൻ ദേവ് എന്ന SFIന്റെ സംസ്ഥാന പ്രസിഡന്റ്. അവനിവിടെ തിരുവനന്തപുരത്തെത്തി MLA ആയി. 20 കൊല്ലം മുമ്പ് ഇതുവരെ പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു കുട്ടി നഴ്സറി പഠിക്കുക. ആ കുട്ടി അങ്ങനെ വളർന്ന് ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ തിരുവനന്തപുരത്തുകാർ പിടിച്ച് മത്സരിപ്പിച്ച് തിരുവനന്തപുരത്തിന്റെ മേയറാക്കി. അവളുടെ പേര് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്ത് നിന്ന് വന്ന സച്ചിൻ ദേവ് ആര്യ രാജേന്ദ്രനെ കണ്ടു, പ്രണയിച്ചു, കല്യാണം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടായി. കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സായി. ഇപ്പോഴും കോൺഗ്രസ്സുകാർ വരികയാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അതങ്ങനെ അനന്തമായി നീണ്ടുപോകും. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഇല്ലേ, രാഹുൽ ഗാന്ധി മത്സരിച്ചു. രാഹുൽ ഗാന്ധിക്ക് ശേഷം ഇപ്പൊ എന്റെ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയുടെ പേരെന്താ അറിയോ? പ്രിയങ്ക റോബർട്ട് വധേര. നിങ്ങൾക്ക് ഒരു പരിചയക്കുറവുണ്ട്. പ്രിയങ്ക റോബർട്ട് വധേര എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ്. അത് പറയാൻ എനിക്ക് മനസ്സില്ല. എന്താ കാരണം? ഇവരിങ്ങനെ പറയല്ലോ നെഹ്റു ഗാന്ധി കുടുംബം. എങ്ങനെയാണ് നെഹ്റു ഗാന്ധി കുടുംബം എന്ന് വരുന്നത്? എങ്ങനെയാ നെഹ്റു ഗാന്ധി കുടുംബം എന്ന് വരുന്നത്? മോത്തിലാൽ, കാശ്മീരി പണ്ഡിറ്റായിരുന്ന മോത്തിലാലിനെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ കൊണ്ടുവന്ന് ആഗ്രയിലെ ഒരു തോട്ടിൻകരയിൽ ഭൂമിയും വീടുമെല്ലാം കൊടുത്ത് കുടിയിരുത്തി. ഉറുദുവിൽ നെഹർ എന്നാണ് തോടിന് പറയുക. തോട്ടിൻകരയിൽ താമസിക്കുന്ന ആള് എന്ന അർത്ഥത്തിൽ നെഹ്റു എന്ന വീട്ടുപേര് വന്നു. എന്റെ പേര് പതിലുള്ളത് എന്താണ്? നാസിർ കൊളായി. കൊളായിൽ എന്നുള്ളതിന്റെ വീട്ടുപേരാണ്. അത് ലോപിച്ച് കൊളായി ആയതാണ്. ഞാൻ ചുരുക്കി പറയുന്നത് നെഹ്റു ഞാനും ഒക്കെ വീട്ടുപേരിൽ അറിയപ്പെടുന്നവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് ജാതി പേരാണ്, ജവഹർലാൽ പേരാണ്, നെഹ്റു വീട്ടുപേരാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യയുടെ പേര് കമല നെഹ്റു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരത്തിൽ ഒരു കോളേജിന്റെ മുമ്പിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസുകാർ അവരെ തള്ളിയപ്പോൾ അവർ വീണു. കോളേജിന്റെ ചുമരിൽ മതിലിരിക്കുന്ന 6 അടിയിൽ ഉയരമുള്ള ഒരു മനുഷ്യൻ ചാടിയിറങ്ങി. ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഫിറോസ് ഗാന്ധി കമല നെഹ്റുവിനെ പൊക്കി പോലീസുകാരുമായി കയർത്തു. അങ്ങനെ നെഹ്റു കുടുംബമായിട്ട് പരിചയമായി. ഇടക്കിടക്കുള്ള ബന്ധമുണ്ടായി. അതിനിടക്ക് കമല നെഹ്റുവിന് അസുഖം വന്നു. നെഹ്റു ലണ്ടനിലേക്ക് അയച്ചു. കൂടെ പരിചരിക്കാൻ ഇന്ദിരയും അയച്ചു. അന്ന് ലണ്ടനിൽ പഠിക്കുകയായിരുന്ന ഫിറോസ് ഗാന്ധി കമലയെ കാണാൻ വരുന്ന കൂട്ടത്തിൽ ഇന്ദിരയെ കണ്ടു. അത് പ്രണയമായി. നെഹ്റുവിന്റെ ചെറിയ എതിർപ്പുണ്ടായിട്ടും ഗാന്ധി കൂടി ഇടപെട്ട് കല്യാണം കഴിച്ചു. എപ്പോഴാണ് ഗാന്ധിയായത് എന്നെനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഭർത്താവിന്റെ പേരിന്റെ വാലറ്റം ഇന്ദിര ഗാന്ധി വന്നു. ഇല്ലേ, ഇന്ദിര ഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധിക്ക് 2 മക്കളുണ്ടായി. ഒന്ന് സഞ്ജയ് ഗാന്ധി. ഓർക്കുന്നോ? ലീഗ് ഓർക്കണം, മറന്നുവരുത്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഡൽഹി ജുമാ മസ്ജിദിന്റെ ചുറ്റുമുള്ള 1000കണക്കിന് മുസ്ലിം ഭവനങ്ങൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയവൻ, 100 കണക്കിന് മനുഷ്യരെ വെടിവെച്ചു വന്നപ്പക്കാരെ കൊണ്ടുപോയി വന്ധ്യംകരിച്ചവൻ. അവന്റെ പേരാണ് സഞ്ജയ് ഗാന്ധി. അയാൾ ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടു. സഞ്ജയ് ഗാന്ധിന്റെ ഭാര്യന്റെ പേരെന്താണ്? മനേക ഗാന്ധി. മനേക ഗാന്ധിന്റെ മകന്റെ പേരെന്താണ്? വരുൺ ഗാന്ധി. 2 ആളും സർപ്പം പോലത്തെ BJP. നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രിയങ്ക ഗാന്ധി, ഒന്ന് രാഹുൽ ഗാന്ധി. പ്രിയങ്ക പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് 170 കോടി രൂപ സംഭാവന ചെയ്ത മഹാന്റെ പേരാണ് റോബർട്ട് വധേര. കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായോ? ഈ വർഷത്തിന്റെ പ്രത്യേകത അറിയോ? 1925 RSS പ്രഖ്യാപിച്ചു 100 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കും. 1925 കൂട്ടണം 100 എന്ന് പറഞ്ഞാൽ 2025 ആണ്. 2025 ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കണമെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ കോടികൾ മുടക്കണം. ഒരുപാട് പണത്തിന്റെ ചെലവുണ്ട്. മാധ്യമങ്ങളെ വിലക്കെടുക്കണം. കേരളത്തിൽ കുപ്പിയും കോഴിക്കാലും കൊടുത്താൽ മതി, അവിടെ അത് പോരാ. മാധ്യമങ്ങൾ അടിയോടെ വിലക്കെടുക്കണം. അതിന് കോടികൾ വേണം. ഇനി അഥവാ ജയിച്ച് MP-മാരില്ലേ, കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കണം. കോൺഗ്രസിനൊരു വോട്ട്, റിസോർട്ടിനൊരു പൂട്ട്, ചാടിപ്പോവും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാൻ കോടികൾ വേണം. അതിന് കോടികൾ കയ്യിൽ വേണം. അപ്പം BJP പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എത്ര കള്ളപ്പണം ഉണ്ടോ ഒരു കുഴപ്പമില്ല, സംഭാവന ചെയ്താൽ മതി. ആ കള്ളപ്പണത്തിന്റെ ഒറ്റ നയാ പൈസ വേണ്ട എന്ന് അന്തസ്സോടെ ഇന്ത്യയിൽ പറഞ്ഞ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഞങ്ങളുടെ പാർട്ടിയാണ്. അല്ലേ? കോൺഗ്രസ് വാങ്ങി 170 കോടി രൂപ റോബർട്ട് വധേരയോട്. കോൺഗ്രസ് അല്ല, BJPക്ക്. നാളെ ഈ അങ്ങാടിയിൽ പൊതുയോഗം വെക്കുമ്പോ കോൺഗ്രസ്സുകാരൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറ, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇല്ലേ, സോണിയാഗാന്ധിയുടെ മരുമോൻ, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, ഈ റോബർട്ട് വധേര BJPക്ക് 170 കോടി രൂപ കൊടുത്തത് എന്തിനാന്ന് നിങ്ങൾ പറ. ഇല്ലേ, 170 കോടി രൂപ ഇതിന് കൊടുത്ത മനുഷ്യന്റെ പേരാണ് റോബർട്ട് വധേര. അയാളുടെ ഭാര്യയാണ് പ്രിയങ്ക റോബർട്ട് വധേര. ഞങ്ങളുടെ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് KM ഷാജിന്റെ പ്രസംഗമാണ്. എന്താ KM ഷാജി പറഞ്ഞത്? നമ്മളാരും 1947 ജീവിച്ചിരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല.
എന്നാൽ പ്രിയപ്പെട്ടവരെ മുഹ്മിനീങ്ങളെ, രണ്ടാം സ്വാതന്ത്ര്യ സമരം വരാൻ പോവാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മളെ നയിക്കാൻ ഗാന്ധിജിന്റെ പേരക്കുട്ടിന്റെ വേറെ പ്രത്യേകത എന്താ അറിയാം? നമ്മളെ PK ഫിറോസാണ് മുമ്പ് ആദ്യം പ്രസംഗിച്ചത്. എന്താ പ്രസംഗിച്ചത്? ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടിയാണ്. നിങ്ങൾ കണ്ടില്ല പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നിലമ്പൂര് തെരഞ്ഞെടുപ്പിലടക്കം ചാനലുകാരും മൈക്കുമായിട്ട് പോകുമ്പോൾ വിവരം കെട്ട ചില ലീഗാരും ഇത് കേട്ടിട്ട് ചില ആൾക്കാരെ കുറ്റം പറയേണ്ട കാര്യമല്ല. ആരാ പറഞ്ഞത്? ഏറിയ ലീഗാരും പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ എന്നെ ചോദിച്ചാൽ പറയും ആരാണ് ഈ രാഹുൽ ഗാന്ധി? ചിലർ പറയും മൂത്താപ്പന്റെ മകൻ. ആരെ? മഹാത്മാഗാന്ധിന്റെ അല്ലെ എളാപ്പന്റെ മകൻ, അല്ലെങ്കിൽ പേരക്കുട്ടി. ഞാനിങ്ങനെ ആലോചിച്ച്, ഈ ഫിറോസ് പൊതുവെ അങ്ങനെ കളവ് പറയാറില്ല. എന്തേ പറ്റിയേ ആലോചിച്ചപ്പോ എനിക്ക് അടുത്ത കാലത്ത് ഉത്തരം കിട്ടി. ഫിറോസിന് ഒരു പ്രത്യേകത ഉണ്ട്. മൂപ്പര് കട്ടൻ ചായ കുടിക്കൂല, പാല് വാർന്ന ചായ കുടിക്കുള്ളൂ. ഈ പ്രസംഗം നടത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദിവസം കഷ്ടകാലത്തിന് വീട്ടിലെ പാൽപ്പൊടി തീർന്നു. കട്ടൻ ചായയാണ് കിട്ടിയത്. ഈ കട്ടൻ ചായ ആയിട്ട് അങ്ങ് ചൂടായിട്ട് നടക്കാൻ പാൽപ്പൊടി കിട്ടാത്ത ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോ അനുജന്റെ മുറിയിൽ പോയി നല്ല പാൽപ്പൊടി അതാ കുപ്പിയിൽ എടുത്ത് കലക്കി. മനസ്സിലായി ആ പാൽപ്പൊടി ഏതാണ്? അനുജൻ ഇപ്പൊ ജയിലില്ല. മറ്റേ പാൽപ്പൊടി കലക്കി കുടിച്ചിട്ടാ പോയിട്ട് പറഞ്ഞത് എങ്ങനെ നിന്റെ മകനാണ്. എന്നിട്ട് ഇയാളുടെ പ്രത്യേകതയാണ്. ആര്? ഷാജി പറയാണ്, ഇതാ വരുന്നു പ്രിയങ്ക ഗാന്ധി, ലാസ്റ്റ് ബസ്സാണ്, കേറിക്കോളി. ഞങ്ങളെ നാട്ടിൽ കുറെ ആൾ കയറി, ലീഗ് കയറി, SDPI കയറി, ജമാഅത്ത് ഇസ്ലാമി കയറി, എല്ലാരും കയറി ഫുള്ളാക്കി അല്ലേ? ന്യൂനപക്ഷങ്ങൾ എല്ലാരും വോട്ട് ആർക്ക് ചെയ്യണം? ഇവിടെ ചെയ്യാം ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയങ്ക ഗാന്ധി ആരാന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ആരാ പ്രിയങ്ക ഗാന്ധി? ബാബരി മസ്ജിദ് തകർത്തിരത്ത് രാമക്ഷേത്രത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന ദിവസം വിതുമ്പിക്കരഞ്ഞ പെൺകുട്ടിയുടെ പേരാണ് പ്രിയങ്ക. കേൾക്കാ വിചാരിച്ചു ലീഗാരൊക്കെ കേട്ടിട്ട് പോലും വിചാരിച്ചെന്താ അറിയാം? പ്രിയങ്ക ഗാന്ധി വിതുമ്പിക്കരഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോ ബാബരി മസ്ജിദ് തകർത്തിടത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ സങ്കടത്തിലാണ് പ്രിയങ്ക ഗാന്ധി വിതുമ്പിക്കരഞ്ഞ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. പ്രിയങ്ക പറഞ്ഞൊരു കാര്യമുണ്ട്. നാസിർ കൊളായി ഒന്നും ബടായി പറഞ്ഞു പോകില്ല. ബാഗ് അർച്ചും സാധനമുണ്ട്, സാധനം കാണിച്ചിട്ടേ പോകും. ബാക്കി ഇതിലുണ്ട്. ഒരു സഖാക്കൾ നിങ്ങൾ കൊടുങ്ങണ്ട. നാസിർ കൊളായി ബടായി പറഞ്ഞു പോയിട്ട് എല്ലാ തെളിവും ഇവിടെ തന്നിട്ടേ ഞാൻ പോകും. എന്താ പ്രിയങ്ക പ്രസംഗിച്ചത്? എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം. ആണോ? നാളെ ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടി കോൺഗ്രസ് പറ, ലീഗ് പറ, പ്രസംഗത്തിന്റെ കോപ്പി ഞാൻ തരാ. ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത എന്താ പറഞ്ഞത് പ്രിയങ്ക? എന്റെ അച്ഛന്റെ സ്വപ്നമാണ്. ആണോ? കോൺഗ്രസ് പറ, രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ്. എന്തിനാ കരഞ്ഞമാരി ഞങ്ങൾക്ക്? അച്ഛന്റെ സ്വപ്നമായ രാമക്ഷേത്രം RSSകാർ ഉണ്ടാക്കിയപ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല. തറക്കല്ലിടുന്ന വിഷയത്തിന് എന്നെ ക്ഷണിച്ചില്ല. അതിനാ കരഞ്ഞത്. ഏതായാലും ക്ഷണിച്ചില്ലെങ്കിലും എന്ത് ചെയ്തു? നമ്മള് ചില കല്യാണത്തിനൊക്കെ നമ്മൾ വിളിച്ചാൽ നമ്മൾ ഈ പൈസ കൊടുക്കും. വിളിക്കാൻ മറന്നു ഏതാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കവറിൽ പൈസ കൊടുത്തേക്കും. എന്നതുപോലെ പ്രിയങ്ക വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. എന്തിന്? രാമക്ഷേത്രം ഉണ്ടാക്കാൻ. ഇത് കണ്ടിട്ടല്ലേ കോൺഗ്രസിന്റെ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി കമൽനാഥ് 11 വെള്ളി ഇഷ്ടിക 1,10,000. എന്തിനാണ് കോൺഗ്രസെ കൊടുത്തേ? പറ, നിങ്ങൾ ഈ അങ്ങാടി പറ ഇല്ലേ? അങ്ങനെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഇഷ്ടിക കൊടുത്തു, ഉദ്ഘാടിച്ചു. ആരാ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ എത്ര ക്ഷേത്രത്തിന് തറക്കല്ലിടലുണ്ട്? ആരാ ക്ഷേത്രത്തിന്റെ തറക്കല്ലും ഉദ്ഘാടനവും ഒക്കെ നിർവഹിക്കുക? സന്യാസി വര്യന്മാർ. നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക് തറക്കല്ലിടുന്ന ആരാണ്? ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ജിഫ്രി തങ്ങൾ, ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിലും 1000 പള്ളികളുടെ ഇമാം പാണക്കാട് തങ്ങൾ. ഇങ്ങനെ തങ്ങന്മാരും വലിയ നേതാക്കന്മാരും അല്ലേ സംഘടനയുടെ മതസംഘടനയുടെ നേതാക്കളല്ലേ? ക്രിസ്ത്യൻ പള്ളിയുടെ തറക്കല്ലിടൽ ആരാണ്? കർദിനാൾമാർ, ബിഷപ്പുമാര്. ഇങ്ങനെ നമ്മൾ കണ്ട്. പക്ഷേ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഏത് പ്രധാനമന്ത്രി? ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി. എന്താ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്? എല്ലാ മതക്കാർക്കും മതമില്ലാത്തവനും തുല്യ അവകാശമുള്ള രാജ്യം. എവിടെ വെച്ച സത്യപ്രതിജ്ഞ ചെയ്ത്? പാർലമെന്റിനകത്ത് വെച്ച്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്, ജനാധിപത്യത്തിന്റെ അമ്പലം എന്ന് കാവ്യാത്മകമായി പറയും. ആ പാർലമെന്റ് ഇടക്കാലത്തൊന്ന് പുതുക്കി പണിതു. പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞ രാഷ്ട്രപതി. രാഷ്ട്രപതി ഒരു വനിതയാണ്, ദ്രൗപദി മുർമു. അവരെ വിളിച്ചില്ല. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ 4ആയി തിരിച്ചു. അതിനേക്കാളും താന്നവര്, പറയര്, പുലിയേര്. അവരെ വിളിക്കലെന്താ? പട്ടിക ജാതിക്കാര്, പട്ടിക വർഗക്കാര്. എന്തേ ദ്രൗപദി മുർമുവിനെ വിളിക്കാതിരിക്കാനുള്ള കാരണം? അവര് പട്ടികവർഗക്കാരിയാണ്, അവര് വിധവയാണ്, അവര് സ്ത്രീയാണ്, 3 ലക്ഷണക്കാരാണ്. പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച രംഗങ്ങൾ കണ്ടില്ലേ? നഗ്ന സന്യാസിമാർ പാർലമെന്റിനകത്ത്.
ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനാര ഇന്ത്യന്റെ പ്രധാനമന്ത്രി, പാർലമെന്റിന്റെ ഉദ്ഘാടനാര നക്ത സന്യാസിമാര്, തല കുത്തനെ ഉല തത്തനെ ഇല്ലേ? നമ്മളെ വിളിച്ചു പാർലമെന്റ് ഇതിന്റെ ഉദ്ഘാടനത്തിന്, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്. സീതാറാം യെച്ചൂരി ഞങ്ങളുടെ സെക്രട്ടറി കത്തുമായിട്ട് ഒരുത്തം വന്നു. യെച്ചൂരി ചോദിച്ചു എന്താ കത്ത്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണക്കത്താണ്. യെച്ചൂരി പറഞ്ഞു പോകണ്ട, മറുപടി ഇപ്പൊ തരാ. അതിന് പോളിറ്റ് ബ്യൂറോ കൂടണ്ട, അതിന് ബ്രാഞ്ച് കമ്മിറ്റിയും കൂടണ്ട. മറുപടി കൊടുത്തു, വരുകില്ല. അതെന്താ? ക്ഷേത്രോത്സവത്തിന് ഞങ്ങളെ പോകല്ലേ? ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയിൽ ഞങ്ങളില്ലേ? ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ഞങ്ങളെ മുക്കം തൃക്കടമണ്ണ ക്ഷേത്ര പൂർണ്ണമായി എത്രയോ കൊല്ലായി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ. എത്ര ക്ഷേത്രങ്ങളിൽ ഈ അടുത്ത കാലത്ത് ഏതോ ക്ഷേത്രോത്സവത്തിന് കമ്മ്യൂണിസ്റ്റുകാർ പാട്ടുപാടി എന്ന് പറഞ്ഞിട്ട് പരാതി വരെ നമ്മൾ കേട്ടാ. പക്ഷേ ഞങ്ങൾ വരികില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഇതര മതസ്ഥന്റെ ആരാധനാലയം തകർത്ത് അവിടെ മറ്റൊരു മതസ്ഥന്റെ ആരാധനാലയം ഉണ്ടാക്കുമ്പോ അത് മതേതരത്വത്തിന്റെ തകർച്ചയാണ്, അതിന് കൂട്ടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വരുകില്ല. ഈ കത്തും കൊണ്ട് വന്നവൻ നേരെ BJP ഓഫീസിലേക്ക് അല്ല പോയത്. ഓന് പോണ വഴിക്ക് വേറെ സ്ഥലത്ത് കത്ത് കൊടുക്കാണ്ട്. അതേതാ ഓഫീസ്? AICC ഓഫീസ്, ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്. AICC കത്ത് കിട്ടിയപ്പോ പ്രത്യേക യോഗം വീർന്നു. AICC-യിൽ ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. നിങ്ങൾക്ക് മനസ്സിലായോ? പോണ്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മൃദുവായി തീരുമാനിച്ചു പോവണ്ട. എന്നിട്ടോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി, കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പോയി, AICC ഭാരവാഹികൾ പോയി. എന്റെ പ്രസംഗം കേൾക്കുന്ന കോൺഗ്രസുകാർ നാളെ അങ്ങാടിയിൽ മൈക്ക് കെട്ടി മറുപടി വരേണ്ട ഒരു കാര്യമുണ്ട്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവർ പൊതു അവധി പ്രഖ്യാപിച്ചു. സ്വാഭാവികം. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിന് എന്തിന് അവധി പ്രഖ്യാപിച്ചു? പറ. ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാ പോരാ. ഈ നാട്ടിലെ മനുഷ്യരോട് പറ, എന്തിന് ഹിമാചൽ പ്രദേശിൽ അവധി പ്രഖ്യാപിച്ചു? ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ ഓരോ മറുചോദ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മതമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ മതമുണ്ടോ എന്നാ ചോദ്യം ഇല്ലേ? ബഹുമാന്യനായ K. മുരളീധരൻ ചോദിച്ചു, കമ്മ്യൂണിസ്റ്റുകാര് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകാത്ത കഥ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് മതമുണ്ടോ? അതിന് അവർ പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയാ? കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാൻ. അതെവിടെ പറഞ്ഞ് നിങ്ങളൊന്ന് കാണിച്ചു തരും. എന്താ മാർക്സ് പറഞ്ഞിട്ടുള്ളത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം. മർദ്ദിതന്റെ നിശ്വാസമാണ് മതം. ആ മതം കറുപ്പുമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പിയം. മനുഷ്യനെ മയക്കുന്നതാണ് എവിടെ പറഞ്ഞ്? EMS-ന്റെ നിർവചനം എടുത്ത് വായിക്കുക. മാർക്സിന്റെ കാലഘട്ടത്തിൽ വേദന സംഹാരിയായി ഉപയോഗിച്ചിരുന്ന ഓപ്പിയം അഥവാ കറുപ്പ്. ഒരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുകയാണെങ്കിൽ കറുപ്പ് കഴിച്ചാൽ ഒരാശ്വാസം കിട്ടും. ഇല്ലേ? ഇവിടെ ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ പ്രസവിച്ചപ്പോ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് ഒരു ടോണിക് കൊണ്ടുതന്നില്ലേ? എന്തിനാ ടോണിക്? എന്തിനാ നിങ്ങൾക്ക് ടോണിക് കൊണ്ടുതന്നത്? നിങ്ങൾ പ്രസവ സമയത്ത് ശരീരത്തിൽ നിന്ന് രക്തം പോയിട്ടുണ്ട്, ശരീരത്തിന് ക്ഷീണമുണ്ട്. ആ ക്ഷീണം മാറ്റാൻ, ശരീരത്തിൽ രക്തമുണ്ടാവാൻ അതിനാ ടോണിക് കൊണ്ടുതന്നത്. അതിനാ ടോണിക് കൊണ്ടുതന്നത്. ഇപ്പോ ഏതെങ്കിലും സ്ത്രീകൾ പ്രസവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന ആ ടോണിക് ഉണ്ടെങ്കിൽ ആ കുപ്പി എടുത്തിട്ടൊന്ന് നോക്കുക. ആ കുപ്പീന്റെ പുറത്ത് അതിന്റെ കണ്ടന്റ് എഴുതിയിട്ടുണ്ടാവും, ചേരുവ, അതിലെന്തൊക്കെയുള്ളെന്ന്. അങ്ങനെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 18-20% അതിൽ ബ്രാൻഡി ഉണ്ടാവും, ആൽക്കഹോൾ. എന്തിനാണ് ഈ ബ്രാൻഡി? ശരീരത്തിൽ രക്തം ഉണ്ടാൻ. അപ്പൊ ഒരുത്തൻ എന്ത് ചെയ്തു? ഓന്റെ ഭാര്യ പ്രസവിച്ചപ്പോ ഓക്കൊരു കുപ്പി ബ്രാൻഡി വാങ്ങിക്കൊടുത്തു. ഓക്ക് പിരാന്തായി. ആ പിരാന്തിന്റെ പേരാണ് RSS, ആ പിരാന്തിന്റെ പേരാണ് SDPI, ആ പിരാന്തിന്റെ പേരാണ് ജമാഅത്ത് ഇസ്ലാമി, ആ പിരാന്തിന്റെ പേരാണ് കൂസ. മതം വേറെ, മതവർഗീയത വേറെ, രണ്ടും രണ്ടാണ്. എന്നിട്ട് മുരളീധരൻ ചോദിക്കുക, കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? പ്രിയപ്പെട്ട മുരളീധര, എല്ലാ ബഹുമാനാദരവോടുകൂടി പറയുന്നു, അങ്ങയുടെ വന്ദ്യനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ ഈ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചാൽ, തീമഴ പെയ്താൽ, പ്രളയമുണ്ടായാൽ, ഈ കേരള ഭൂമി മലയാളം ആമ്പലം മറഞ്ഞാൽ, എന്ത് സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂരിന. ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്റെ ചെലമ്പിച്ച ശബ്ദത്തിൽ ഞാനിപ്പോ പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങളെ നേറിയുന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല, ഒന്ന് പറയാം. എന്താ യേശുദാസ് പാടിയത്? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. യേശുദാസിന് അകത്തേക്ക് കയറാൻ കഴിയൂല. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണന് കിടക്കാം, താഴെയുള്ളവന് കിടക്കാൻ പറ്റൂല. എന്നാ ഇപ്പൊ നിങ്ങൾ പോയി നോക്ക്, പോരുണ്ടാവില്ലല്ലേ ഗുരുവായൂർ? പോരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പോയി നോക്ക് ഗുരുവായൂർ, എല്ലാ ഹിന്ദുവിനും കയറാ. എങ്ങനെ കയറാൻ കഴിഞ്ഞത്? RSSകാർ മാടി വിളിച്ചതാ. നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞ സന്യാസി വര്യന്മാര് മാടി വിളിച്ചതാ? അല്ല, ഐതിഹാസികമായൊരു സമരം നടന്നു.
ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഖാബ് AK-G. ആ സത്യാഗ്രഹ കാലത്താണ് സഖാബ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ മണിയടിച്ചത്. അന്നുണ്ട് മുളപടിക്കാര് കൃഷ്ണപിള്ളയുടെ നടപ്പറം അടിച്ച് കടപ്പറാക്കി. അന്നാ കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് പുറമടിക്കും. ഇല്ലേ? AK-Gയുടെ ഭാര്യന്റെ പേരെന്താ സഖാബ്? AK-Gന്റെ ഭാര്യന്റെ പേര് സുശീല ഗോപാലൻ. ഇല്ലേ? ഉത്തരൊക്കെ കറക്റ്റാണ്, പക്ഷെ ഞാനൊന്ന് തിരുത്തും. സുശീല AK-Gയുടെ രണ്ടാമത്തെ ഭാര്യയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ AK-Gയുടെ ഭാര്യ അമ്മാവന്റെ മകളാണ്. AK-G നിരാരം കിടക്കാണ്. അമ്മാവൻ, ഞങ്ങളെ നാട്ടിലൊക്കെ അമ്മോശം കാക്കാന്ന് പറയും, ഭാര്യാപിതാവ്. വന്നിട്ട് AK-Gയോട് പറഞ്ഞു, എണീക്ക് എണീക്ക് എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർ. ഏതാ AK-Gന്റെ ജാതി? നമ്പ്യാർ. നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള ഈ അമ്പലത്തിൽ കണ്ട പറയനും പുലയനും ഒക്കെ വരുന്നത് നമുക്ക് അപമാനമാണ്. അന്ന് AK-G പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണ്ണലിപിയിലേതി വീടിന്റെ അമ്മാരത്ത് ആണിയടിച്ച് തൂക്കണം. എന്താ AK-G പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ്. അമ്മോശൻ കാക്ക് മനസ്സിലായി, മരുവൻ ശരിയാവൂല. നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. മുരളീധര സഖാവ് AK-Gക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കാൻ സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടവന്റെ പേര് സഖാവ് AK ഗോപാലല്ല. മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഏത് മതത്തിനായതിന്, ഞങ്ങൾ ഏത് മതത്തിനായതിന് പറ. നിങ്ങൾ നോക്ക്, ഞാൻ പ്രസംഗിക്കുമ്പോ ഇവിടെ ഒരു പള്ളി കാണുന്നു, ഇല്ലേ? നിങ്ങൾ വാ മലബാറിൽ, ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഒന്നുകൂടി ആവർത്തിക്കുക സാന്ദർഭികമായി. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പള്ളികളുണ്ട്. ഞാൻ മലബാറിന്റെ ചരിത്രം പറയുന്നത് 921 ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇഷ്ടം പോലെ പള്ളികളുണ്ട്. എങ്ങനെയാ പള്ളികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ്? പള്ളികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ എങ്ങനെയാ? വയല് പറഞ്ഞ പണവും വഖഫിന്റെ സ്വത്തും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. മലബാറിൽ പള്ളി നിരോധിച്ചു ബ്രിട്ടീഷുകാർ എന്ന് 1921. അന്ന് നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. ഞാൻ പാട്ട് പാടുമ്പോ ഇങ്ങനെ നോക്കിയിരുന്നു. ഞങ്ങൾ മലപ്പുറത്തൊക്കെയാണ് ഈ പാട്ട് പാടുന്നതെങ്കിൽ ലീഗിന്റെ പ്രായമുള്ള മനുഷ്യന്മാർ ഇങ്ങനെ തലയാട്ടും. ഓല് വിചാരിച്ചെന്താ അറിയോ? മോയിൻകുട്ടി വൈദ്യരാണ് ധൈര്യം. അല്ല, ധൈര്യതാരാന്നറിയോ? സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ വരികളായത്. ഇതിന്റെ പേരിലാണ് ബ്രിട്ടീഷ് പോലീസുകാരൻ പിടിച്ചുകൊണ്ട് കുണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഇത് അടിച്ചിട്ട് വിരൽ തകർത്തത്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാരെ നിരോധിച്ചത് 921. മനസ്സിലായ നിങ്ങൾക്ക്? ആ 921 മലബാറിലെ മാപ്പിളമാര് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാക്കിയ ഉജ്ജ്വലമായ പോരാട്ടം ഇല്ലേ? സാന്ദർഭിക ചോദിക്കാണ്, ലീഗ് ഉണ്ടാവില്ല ഇവിടെ? ലീഗ് ഉണ്ടല്ലോ കൊറീശമ്മ സഖാവ് ഉണ്ട്. 1921 ഈ മലബാർ കലാപം നടന്നതിന് ശേഷം 47 സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് വരെ ഈ മലബാർ കലാപത്തിന് അനുകൂലമായി മുസ്ലിം ലീഗ് പറഞ്ഞ ഒറ്റ വരി കൽപ്പിച്ചു തരുങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി 1941 അന്നത്തെ ഇന്ത്യയിൽ, ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമി 47 ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകുന്നതിന് മുമ്പ് 921 കുറിച്ച് പറഞ്ഞ ഒറ്റ വരി കൽപ്പിച്ചു തരും നിങ്ങൾക്ക്. ഈ അടുത്ത കാലത്ത് മലപ്പുറം കലക്ട്രേറ്റിന് മുമ്പിൽ സമരം, യൂത്ത് ലീഗിന്റെ KM ഷാജിന്റെ പ്രസംഗം എന്താ പ്രസംഗിച്ച്? ഈ കലക്ട്രേറ്റ് ഉണ്ടല്ലോ, ഇത് ബ്രിട്ടീഷുകാരന്റെ പഴയ പട്ടാള ബാരക്കായിരുന്നു. അവിടെ മുസൽമാന്റെ രക്തമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, നിലവിളിയുണ്ട്. അങ്ങനെ മൂപ്പിച്ച മുമ്പിലുള്ള ലീഗുകാർക്ക് ഒരു ആവേശം കിട്ടാനേ. എന്റെ ലീഗ് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ വരികൾ ഞാൻ ചൊല്ലി. നിങ്ങൾ എന്താ പറഞ്ഞത്? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാർ, കോൺഗ്രസ്സുകാർക്കറിയോ? 1920 കോഴിക്കോട് കടപ്പുറത്ത് വന്ന് മഹാത്മാഗാന്ധി പ്രസംഗിക്കുമ്പോ മുൻനിരയിലിരുന്ന 2 മനുഷ്യരുടെ പേരാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും. സംശയം ഇവിടെ കൊടുക്കും ഞാൻ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിന്റെ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇവിടെ കൊടുക്കും ഞാൻ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെ കുറിച്ച് പൗരത്വത്തിന്റെ പേരിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ സഖാവ് പിണറായി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് അപ്പുറമുള്ള കുന്നിൻപുറത്താണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് പോലീസുകാരൻ വെടിവെച്ചു വന്നത്.
അന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷ് പോലീസുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പിറകിൽ നിന്ന് വെടിവെക്കരുത്, എന്റെ മുമ്പിൽ നിന്ന് വെടിവെക്കണം, എന്റെ കണ്ണ് കെട്ടരുത്, എന്റെ നെഞ്ചിലേക്ക് വരുന്ന വെടിയുണ്ടകളെ കണ്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന് പറഞ്ഞ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഈ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോ ലീഗ് ഒരു പാട്ട് പാടി. എന്താ പാട്ട്? പൊട്ടിപ്പുറം പുണ്ണാക്കുവാനുളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട, ഒട്ടും സ്വയം രാജ്യത്തിനായി തുനിയണ്ട, ഒരു കാലവും അത് താരുകില്ല മഹാരാജൻ. പടച്ചോനല്ല, ബ്രിട്ടീഷ് മഹാരാജാവ് സ്വാതന്ത്ര്യം തരൂല. ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞാമദാജും പറഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന് ഇറങ്ങണ്ട. പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? പൊട്ടിപ്പുറം പുണ്ണാക്കുവാനുളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട. മനസ്സിലായി നിങ്ങൾക്ക്? 1921 ലോകത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ പറഞ്ഞ് പ്രചരിപ്പിച്ച എന്താ അറിയോ? അത് മാപ്പിള കലാപാണ്. അന്ന് 1921 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. 1921 അവസാനത്തിൽ റഷ്യയിലെ താസ്കനിലെ ഈ പാർട്ടി രൂപീകരിച്ചത്. അന്ന് മഹാനായ ലെനിൻ ബംഗാളിയായ അഭിനവ് മുഖർജിയോട് പറഞ്ഞു, പോകണം, തെക്കേ ഇന്ത്യയിലേക്ക് പോകണം, അവിടെ ഒരു സമരം നടന്നതിനെ കുറിച്ച് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്, അന്വേഷിക്കണം. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ലെനിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകനും കർഷക തൊഴിലാളിയും നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം, അവരായുധമെടുത്ത് പോരാടി ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു, ഒരു നാടുണ്ടാക്കി. SDPIക്കാരാ മുസ്ലിം ലീഗുകാരാ, ആ നാടിന്റെ പേര് മാപ്പിള നാടെന്നല്ല, മലയാള നാട്. ലെനിനാ പറഞ്ഞത്. അറിയോ നിങ്ങൾക്ക്? 1921 25ാം വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ പാർട്ടി, ഞങ്ങളെ പാർട്ടി, ബ്രിട്ടീഷുകാരനിൽ അന്ന് പാർട്ടി എടുത്ത പ്രമേയമുണ്ട്. എന്താ പ്രമേയം? ആഹ്വാനവും താക്കീതും. എന്താ ആഹ്വാനം? കർഷക സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. എന്താ താക്കീത്? ആ സമരം ചില സ്ഥലത്ത് ഗതി മാറി, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു, ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് മതം മാറ്റി. അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രണ്ടും പറയും, ഞങ്ങൾ ഈ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ്, പക്ഷേ ഞങ്ങൾ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയും എതിർത്ത് തോൽപ്പിക്കും. അതാണ് നയം. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. പ്രമേയം പാസാക്കുക മാത്രമല്ല, ഇത് മഹാനായ AKG ആവേശോജ്വലമായ പ്രസംഗം നടത്തി കർഷക സമരത്തിന്റെ പ്രസക്തി എടുത്തുകൊണ്ട്. പ്രസംഗം കഴിഞ്ഞ റോഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ബ്രിട്ടീഷ് പോലീസുകാര് AKGയെ പിടിച്ച് ജയിലടച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സകല രാഷ്ട്രീയ തടവുകാരെയും കോൺഗ്രസ് വിട്ടയച്ചു, AKGയെ വിട്ടയച്ചില്ല. അതുകൊണ്ടാണ് 1940 ആഗസ്റ്റ് 15 കണ്ണൂർ ജയിലിലെ 32ാം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് കണ്ണൂർ ജയിലിന്റെ മുറ്റത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ മനുഷ്യന്റെ പേര് സഖാവ് AK ഗോപാൽ എന്ന സഖാവ് AKG. മനസ്സിലായ നിങ്ങൾക്ക്? അന്ന് ബ്രിട്ടീഷുകാര് മലബാറിൽ പള്ളി നിരോധിച്ചു. എന്താ കാരണം? ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, തങ്ങന്മാരുടെ നേതൃത്വത്തിൽ, മുസ്ലിംമാരുടെ നേതൃത്വത്തിൽ ആലി മുസ്ലിയാർ മമ്പറം പള്ളി കേന്ദ്രീകരിച്ച്, മലപ്പുറത്തെ പല പള്ളികളും കേന്ദ്രീകരിച്ചുകൊണ്ട്. നിങ്ങൾ മനസ്സിലായില്ലേ? എളമരം മക്കാമ്, ആ മക്കാമിന് വെടിവെച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് കേട്ടിന്? എവിടെയാണെന്നറിയോ? ഈ കേരളത്തിന്റെ നിയമസഭയിൽ സ്വരാജ് പ്രസംഗിച്ചത് നിയമസഭാ രേഖയിലുണ്ട്. ലീഗ് SDPIക്കാരാ സ്വരാജ് പ്രസംഗിച്ചില്ലേ? അവിടെ വെടിവെച്ചതും ആ തങ്ങളെ കൊല്ലാൻ നോക്കിയതും കേരളത്തിന്റെ നിയമസഭയിൽ സ്വരാജാ പ്രസംഗിച്ചത്. മനസ്സിലായ നിങ്ങൾക്ക്? 1921 കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, പള്ളിയും മദ്രസയും കേന്ദ്രീകരിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം, അതുകൊണ്ട് പള്ളി വേണ്ട, മദ്രസ വേണ്ട. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. കൊണ്ടുവന്നോ നിയമം പള്ളി ഉണ്ടാക്കാൻ? 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി. മദിരാശി ഗവൺമെന്റ് ഉണ്ടായി. മദിരാശി ഗവൺമെന്റിൽ ലീഗിന് 6 MLA മാർ. ഉപ്പി സാഹിബ്, സീതി സാഹിബ്, പോക്കരി സാഹിബ്, ചടയൻ സാഹിബ്, 2 കൂടി ഉണ്ട്. മറ്റേ സാഹിബ്, മർച്ചേ സാഹിബ്, ചുരുക്കി കൂട്ടിക്കോ, 6 സാഹിബന്മാര്. എന്നാൽ ഈ മലബാറിന്റെ മദിരാശി ഗവൺമെന്റിന്റെ കീഴിലാണ് മലബാറിൽ പള്ളി ഉണ്ടാക്കാൻ ഒരക്ഷരം എഴുതി കൊടുത്ത ലീഗാരൻ എഴുതി കൊടുത്തില്ല. 1956 നവംബർ 1 കേരളം ഉണ്ടായി. ഈ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. എന്താ കാരണം? കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും ഒഞ്ചിയവും പാടിക്കുന്നും എണ്ണിയാൽ തീരാത്ത സമരപദങ്ങൾ. ഇതിനാ സമരം ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി. ആ സമരമുകളിൽ മലയാളി കണ്ടിട്ടുള്ളത് ഈ കൊടിയ ചെങ്കൊടി. ഭൂമിയില്ലാത്ത മനുഷ്യർ 5% ആളുകൾക്ക് ആ ഭൂമിയിൽ നിന്ന്. നന്നായി മനസ്സിലാക്കിക്കാൻ എന്റെ കഥ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. ആ ആളുകള് കമ്മ്യൂണിസ്റ്റുകാരനെ തെരഞ്ഞെടുത്തു. 1956 ഏപ്രിൽ 5 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സഖാ VMSന്റെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്തു. എന്റെ സഖാക്കളും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും വന്ന വിപ്ലവത്തിലൂടെയാണ്.
അത് റഷ്യയിലാവട്ടെ, ക്യൂബയിലാവട്ടെ, പിന്നെ എവിടെയുമാകട്ടെ, വിയറ്റ്നാമിലാവട്ടെ, ഒക്കെ യുദ്ധങ്ങളിലൂടെ വന്നത് പോരാടിയിട്ട്. എന്നാൽ ഇവിടെയോ ജനാധിപത്യ പോരാട്ടം, വലിയ വെല്ലുവിളി. ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും അങ്ങനെ ഒരു വെല്ലുവിളി നേരിട്ടുണ്ടാവില്ല. 1957 ഏപ്രിൽ 5 പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത EMS ഗവൺമെന്റ് സത്യപ്രതിജ്ഞയുടെ 6-ാം ദിവസം ഏപ്രിൽ 11 ഒരു നിയമം കൊണ്ടുവന്നു. എന്താ നിയമം എന്നറിയോ? കുടിയിറക്ക് നിരോധന നിയമം. ഇറങ്ങണ്ട. ഏത് തമ്പുരാന്റെ ഭൂമിയിലാണെങ്കിലും ആ ഭൂമിയിൽ അധ്വാനിച്ച് നീയാണെങ്കിൽ ആ ഭൂമി നിനക്ക് അവകാശപ്പെട്ടതാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോവുക, ആധാരം എടുക്കുക, അടിയാധാരം എടുക്കുക, 5 അടിയാധാരങ്ങൾ മറിച്ച് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാകുക? ഒന്നുകിൽ ദേവസ്വം അല്ലെങ്കിൽ ബ്രഹ്മസ്വം, അല്ലേ സഖാവ്? എല്ലാ ഭൂമിയും ദേവസ്വം, ബ്രഹ്മസ്വം. എന്താ കാരണം? നാട് ഭരിക്കുന്ന രാജാവിന് സ്വർഗത്തിൽ പോകണം, മരിച്ചു തന്നാൽ സ്വർഗത്തിൽ പോകണം. ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപാട് ആർക്കാണ്? ബ്രാഹ്മണന് ഭൂമി ദാനം ചെയ്തു, അത് ബ്രഹ്മസ്വം. ദേവന് ഭൂമി ദാനം ചെയ്തു, ദേവസ്വം. ആരാ കൊണ്ടുനടക്കുന്നത്? ബ്രാഹ്മണൻ. ഞങ്ങൾ മാപ്പിളാർക്ക് സ്വർഗത്ത് പോകാൻ ഒരു സുഖം കിട്ടോ, ഒരു മുടി കിട്ടിയാൽ മതി. മുടിനാരയാ ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിലെ കൂടി കടക്കണമെങ്കിൽ ഇങ്ങോട്ട് സ്വർഗത്തിലെ കുഞ്ഞാലിക്കുട്ടി കൈ പിടിക്കാൻ വരുന്നു. മുന്തിയ ചരക്കല്ലേ സ്വർഗത്ത് കയറ്റാൻ പറ്റിയ? ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പൊ ബ്രാഹ്മണന് കൊടുത്തു ഈ ഭൂമി, ബ്രഹ്മസം ദേവസം. അതിൽ അടിമകളെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യരെ. മനസ്സിലായ നിങ്ങൾക്ക്? തമ്പ്രാൻ എപ്പ ഇറങ്ങാൻ പറയുന്നോ അപ്പ ഇറങ്ങണം. നിങ്ങൾ കേട്ടിട്ടില്ലേ വായക്കുല? തമ്പ്രാന്റെ മണ്ണിൽ അടിയാൻ ഒരു കുടിൽ കെട്ടി, കുടിലിന്റെ മുറ്റത്തൊരു വായ നട്ടു. ആ വായയിലൊരു വായക്കുല ഉണ്ടാകുമ്പോ കരുമാടിക്കുട്ടൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുക. എന്തിനാ? വായക്കുല മൂത്ത് പഴുത്തിട്ട് വേണം ഒരു പഴമെടുത്ത് തിന്നാൻ. വാഴക്കുല മൂത്ത് പഴുത്ത് വന്നപ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വാഴക്കുല വെട്ടിക്കൊണ്ടുപോയപ്പോ കണ്ണീരൊലിപ്പിച്ച അടിയാന്റെ കിടാവിന്റെ കഥ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങളും പഠിച്ചു. ചങ്ങമ്പുഴയുടെ വാഴക്കുല കവിയെന്ന് പാടിയില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ആ പിന്മുറക്കാർ തെരുവിലിറങ്ങി. അവന്റെ മുട്ടികൾ ആകാശത്തേക്ക് ഉയർന്നു. ആ ഉയർന്ന മുട്ടികളിൽ ഒരു കൊടി പറന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചെങ്കൊടി. ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പ്രൗഢോജ്വലമായ പോരാട്ടം നടന്നു. അതിന്റെ പരിണത ഫലമാണ് അമ്പത്തേയിൽ. മനസ്സിലായ നിങ്ങൾക്ക്? അന്ന് EMSന്റെ പ്രഖ്യാപനം. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയും ഗൾഫാണ് നമ്മുടെ നാടിനെ മാറ്റിയത്. കൃത്യമാണ്, ഉത്തരം വളരെ കൃത്യം. ഗൾഫാണ് മാറ്റിയത്. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. ഗൾഫാ മാറ്റിയിട്ടുള്ളത് ഇല്ലേ? പക്ഷെ എങ്ങനെ ഗൾഫിലേക്ക് നടന്നു പോകാൻ പറ്റുമോ? സഖാവ് പോകണം. ഗൾഫിലേക്ക് നടന്നു പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. എന്താ കാരണം? ഇടയിൽ അറബിക്കടലുണ്ട്. അറബിക്കടൽ കിടക്കണം. മാമുക്കോയെ കൊണ്ടുവരുന്നു മോഹൻലാലിനും ശ്രീനിവാസനും. നിങ്ങൾക്ക് ഓർമ്മല്ലേ? അസ്സലാമലൈക്കും വലൈക്കും മുസ്സലാം ചാടിക്കോളി നീന്തിക്കോളി എന്ന് എവിടെ കയറിയ മദിരാശിയിൽ. ഗൾഫിലേക്ക് പോണ വിമാനം വേണം, വിമാനത്തിന് ടിക്കറ്റ് എടുക്കണം, വിസയ്ക്ക് പണം കൊടുക്കണം. എവിടെ എന്റെ മലയാളിന്റെ കയ്യില്? അമ്പത്തേയിൽ ഭൂമി ഉണ്ടായി. EMS വന്നപ്പോ ഭൂമിയിൽ കൃഷി ചെയ്തു, പണം ഉണ്ടായി. ഇല്ലാത്തവൻ വിറ്റു, ഒരു തല പിന്നെ ബാങ്കിൽ പണയം വെച്ചു, പൈസ ഉണ്ടായി. അങ്ങനെ ഗൾഫിലേക്ക് പോയത്. ഗൾഫിൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. എവിടെയുണ്ട് മലയാളിക്ക് വിദ്യാഭ്യാസം? എവിടെയുണ്ട്? അമ്പത്തേയിൽ EMS ഒരു നിയമം കൊണ്ടുവന്നു. വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യം. എന്നെ കേൾക്കുന്ന പുതിയ തലമുറ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? EMSന്റെ കാലത്ത് UP സ്കൂളിൽ പഠിക്കാൻ 3 റുപ്യ. അമ്പത്തേയിലെ 3 റുപ്യ. ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ 6 റുപ്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. EMS സൗജന്യമാക്കിയതാ. എന്നിട്ട് ആ മുസ്ലിം ലീഗിന്റെ അബ്ദുറബ് കോഴിക്കോടിലെ സർക്കാർ പിന്നെ സ്കൂള് അടച്ചുപൂട്ടുക. അതിന്റെ കാരണം മൂപ്പര് പറഞ്ഞ ഇംഗ്ലീഷാ. ആണ് എക്കോണമി. ലാഭകരല്ല. അത് ഉണക്കലിൻ കച്ചവട. ലാഭത്തിന് അത് സേവനാണ്. ഞാനിപ്പോ അതിലേക്ക് മാറിയ വിഷയം മാറും. ഞാൻ പറഞ്ഞു വന്നത് 921 ഇതെല്ലാം കഴിഞ്ഞ് EMS ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ വരികയാണ്. പുലാമന്തോളിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ പടച്ചോൻ കാത്തിട്ട് അന്നും ഇന്നും പുലാമന്തോളിൽ മുസ്ലിം ലീഗ് ഇല്ലട്ടോ, കോൺഗ്രസുകാരായ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. അവര് കമ്മ്യൂണിസ്റ്റായ മുസ്ലിങ്ങൾ അവർ EMSന് ഒരു നിവേദനം കൊടുത്തു. അവര് പറഞ്ഞു, സഖാവേ ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, മദ്രസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഇതിനു വേണ്ടി നിവേദനം കൊടുത്ത് ഞങ്ങൾ മദിരാശി ഗവൺമെന്റിന് ഒരുപാട് നിവേദനം കൊടുത്തു, ഒരു പരിഹാരം ഉണ്ടായില്ല. EMS നിവേദനം നോക്കിയിട്ട് വായിച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു? പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശിയിലേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞ മുസൽമാനെ ഇനി ഞാൻ മദിരാശിയിലേക്ക് നടത്തിയില്ല, പരിഹാരം ഉണ്ടാക്കും. 57 ഏപ്രിൽ 25 പുലാമന്തോളിൽ EMSന്റെ പ്രസംഗ നിവേദനം വാങ്ങിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് മെയ് 25 EMSന്റെ വാക്കിന് ഒരു മറുപടിയും കാണില്ല. 6 ദിവസം കഴിഞ്ഞപ്പോ മെയ് 31 കഴിഞ്ഞ് ഒരു പരിഹാരം ഉണ്ടായില്ല. ജൂൺ മാസം 7-ാം തീയതി സഖാവ് EMSന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി. മദ്രസ ഉണ്ടാക്കാൻ, പള്ളി ഉണ്ടാക്കാൻ. അതിന്റെ കോപ്പിയാണിത്, സർക്കാർ കോപ്പി. അതാ പറഞ്ഞ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടാക്കൂല. ഏതാ ഡേറ്റ്? 7/6/1950. ഓർഡർ നമ്പർ MA/4/16/410/57/PD. ജാതി മതം ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ ഈ നാട്ടിലെ
മാപ്പിളക്ക് പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നവർ ഞങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാർ. അമ്പലത്തില് ഹിന്ദുവിന് പ്രവേശനം നൽകാൻ നിയമം കൊണ്ടുവന്നവർ ആര്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോഴാണ് ആര് പറഞ്ഞത്? ഷാജിന്റെ പ്രസംഗം. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇതാ വരുന്നു. ആര്? അവസാനത്തെ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധി ഈ രാമക്ഷേത്രത്തിന് കണ്ണീരൊഴുക്കിയ കഥ ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രിയങ്കയെ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിക്കോ. വയനാടിന്റെ MP ആണ്. വയനാടിന്റെ ഒരു മഹാദുരന്തം. നമ്മളിപ്പോ നിൽക്കുന്നത് സെപ്റ്റംബറിലാണ്. കഴിഞ്ഞ മാസം ആഗസ്റ്റാണ്. ആഗസ്റ്റിന് മുമ്പ് ജൂലൈ ആണ്. അത് 2025 ജൂലൈ. 2024 ജൂലൈ മാസം മറക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? മേപ്പാടിയിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം 3 ഗ്രാമങ്ങൾ ഒരു പെരുമഴക്കാലത്ത് ഒലിച്ചുപോയി. ഈ ഭൂമിയിൽ ഇല്ലാതെയായിപ്പോയി. നമ്മളെപ്പോലെ ഇങ്ങനെ ജീവിച്ചവർ, കുടുംബവും മക്കളും എല്ലാമായി ഒരുമിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ, ആ മനുഷ്യരങ്ങ് ഒലിച്ചു മരിച്ചുപോയി. ഈ ജൂലൈ 30 ജൂലൈ 30 പിറ്റേ ദിവസം ഞാൻ താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ എന്ന എന്റെ ഗ്രാമത്തിന് ഒരു ഭാഗത്തൂടെ ഒഴുകുന്ന നദിയുടെ പേര് ചാലിയാർ പുഴ എന്ന. പിറ്റേ ദിവസം ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയ? ചാലിയാർ പുഴയിലൂടെ മനുഷ്യന്റെ ജഡങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒലിച്ചു വരികയാണ്. എത്ര ദൂരെയാണ് വയനാട്ടിലെ മുണ്ടക്കൈ? ആ മുണ്ടക്കൈയിൽ നിന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടം ചാടി നിലമ്പൂര് വഴി ചാലിയാർ പുഴയുടെ ഒലിച്ചു വരിക. തോണിയുമായി മൃതശരീരങ്ങൾ തോണിയിലേക്ക് കയറ്റുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ ശരീരം എടുത്തുയർത്തുമ്പോ ഉടലുള്ളതിന് തലയില്ല, തലയുള്ളതിന് ചിലതിന് കൈകാലുകളില്ല. നിലമ്പൂരിന്റെ മുകൾ ഭാഗത്ത് ചളിയിൽ പൂണ്ടുപോയ മനുഷ്യ മൃതശരീരങ്ങളെ മാന്തിയെടുത്ത് നോക്കുമ്പോ പാതിയുള്ള മൃതശരീരങ്ങള്. കാരണം വെള്ളച്ചാട്ടത്തിലൊക്കെ ചാടി തകർന്ന് തരിപ്പണമായി മനുഷ്യൻ ഇങ്ങനെ കഷ്ണങ്ങളായി ഒലിച്ചു വരുന്നത് പെറുക്കിയെടുക്കേണ്ടി വന്നു. ഇല്ലേ? ഞാനും നിങ്ങളും ആ കാഴ്ച കണ്ടു. ഈ കേരളത്തിലെ മലയാളികളുടെ മനോഹരമായ മനസ്സു കണ്ടു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സകല മനുഷ്യരും വയനാട്ടിലേക്ക് പോയി. അതിൽ കക്ഷിഭേദമല്ല. കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, BJP ഉണ്ട്, SDPI ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും രാഷ്ട്രീയം മറന്ന് മതം മറന്ന് എല്ലാവരും അവിടെ രക്ഷക്കുണ്ടായി. ഇല്ലേ? കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ വന്നിറങ്ങി. കണ്ണൂരിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ ഈ മേപ്പാടിയുടെ മുകളിലൂടെ പറന്ന് ദുരന്ത മേഖല കണ്ടു. ആ ഹെലികോപ്റ്ററിന്റെ പൈസ ആരാ കൊടുക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ടോ? നമ്മൾ കൊടുക്കണം. എന്താ കാരണം? അനുഭവ സാക്ഷ്യത്തിലൂടെ ഞാൻ പറഞ്ഞത് 2018 19 ഉണ്ടായ മഹാപ്രളയം. ആ പ്രളയകാലത്ത് കെട്ടിടത്തിന്റെ മുകളിൽ ഒറ്റപ്പെട്ടു പോയ നിറഗർഭിണികളെ അടക്കം ഹെലികോപ്റ്ററിൽ വന്ന് ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാര് കയറിന്റെ കോമണിയിലൂടെ രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. ഒരു മാസം കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി റെസീറ്റ് ബുക്ക് വരുന്നു. എന്തിനാണ്? ഈ ഹെലികോപ്റ്ററിന്റെ വാടക ഇയാളെ തറവാട്ടിൽ നിന്നുണ്ടെന്ന. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് കൊണ്ടുവന്ന പണം ആ ഹെലികോപ്റ്ററിന്റെ വാടക. എന്നിട്ട് അന്ന് ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളുടെ റേഷനിൽ നിന്ന് ഞങ്ങൾ പിടിക്കും, ഈ പൈസ ഒന്നില്ലെങ്കിൽ റേഷൻ ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതുപ്പാടിയിൽ ഹെലികോപ്റ്ററിൽ വന്ന നരേന്ദ്രമോദി. എന്റെ വിഷയം അതല്ല. അങ്ങനെ വന്ന് പുതുപ്പാടി ആശുപത്രിയിലെ രോഗികളെ സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടോ? 2.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുമ്പിലെത്തി ഉമ്മാന്റെ കൂടെ കിടക്കുന്ന, പരിക്ക് പറ്റി കിടക്കുന്ന ആ പെൺകുട്ടിയുടെ പേര് മറന്നോ നിങ്ങൾ? അവളുടെ പേര് നൈസമോൾ എന്നാണ്. ആ 2.5 വയസ്സുള്ള ശൈശവത്തിന് അറിയില്ല തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന്. ആ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തടവി കണ്ണടയെടുത്ത് കളിച്ചു. ഇല്ലേ? ഞാനും നിങ്ങളും ടെലിവിഷനിൽ ആ വാർത്ത കണ്ടു. പിറ്റേ ദിവസത്തെ എല്ലാ പത്രത്തിന്റെയും 1-ാം പേജിൽ ആ വാർത്ത അച്ചടിച്ചു വന്നു. RSSും BJPയും ആ വാർത്ത വെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ എന്താ അറിയോ? കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി. പ്രിയപ്പെട്ടവരെ, ആ വയനാടിന്റെ ദുരന്തം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ പോയി കാഞ്ചനമാലയോടൊപ്പം. അറിയില്ലേ കാഞ്ചനമാലയെ നിങ്ങൾക്ക്? ഏതാ കാഞ്ചനമാല? മൊയ്തീൻ എന്ന സിനിമയിൽ നിങ്ങൾ കണ്ട കാഞ്ചനമാല ഇല്ലേ? 1900 ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന തെയ്യത്തും കടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെയും പുഞ്ചിരിമറ്റവും എല്ലാം നടന്നു കണ്ടു. ചൂരൽമല അങ്ങാടിയിലെത്തി സഖാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തകർന്നു കിടക്കുന്ന ഒരു പീടികയുണ്ട്. ആ പീടിക ചൂണ്ടിക്കാണിച്ച് സഖാക്കൾ എന്നോട് ചോദിച്ചു, സഖാവേ ഈ പീടിക ഓർക്കുന്നുണ്ടോ? എന്റെ ഓർമ്മയിലേക്ക് വന്നില്ല. അവര് പറഞ്ഞു, 1 കൊല്ലം മുമ്പ് സഖാവ് പ്രസംഗിച്ചത് ഈ പീടികക്കോലായിലാണ്. ഞാൻ ഓർത്തെടുത്തു, ശരിയാ, 1 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പ്രസംഗിച്ചിരുന്നു. ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മേപ്പാടി അങ്ങാടിയിൽ നിന്ന് സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും
നിങ്ങളെ കാത്തിരിക്കുന്നു. സഖാക്കളെ, ആരാ ഷാജഹാൻ എന്നറിയോ നിങ്ങൾക്ക്? ആരാ ഷാജഹാൻ എന്നറിയോ നിങ്ങൾക്ക്? ഞാനന്ന് ചൂരൽ മലയിൽ പ്രസംഗിച്ചപ്പോ ആ പൊതുയോഗത്തിന് എനിക്ക് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ. അവൻ ഇനി ലോകത്തില്ല. കൊണ്ടുപോയി മഹാപ്രളയം അവനെ. അവന്റെ ഉമ്മയെ കൊണ്ടുപോയി, അവന്റെ ബാപ്പയെ കൊണ്ടുപോയി, അവന്റെ 2 കുട്ടികളെ കൊണ്ടുപോയി. ആ ഷാജഹാന്റെ പ്രിയപ്പെട്ട പുന്നാര മകളുടെ പേരാണ് നൈസമോൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ പെൺകുട്ടി, നമ്മുടെ പ്രിയപ്പെട്ട സഖാബ് ഷാജഹാന്റെ മകൾ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേപ്പാടി അങ്ങാടിയിൽ നിന്ന് വിളിച്ച് സഖാക്കളെ പറയാണ്, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുന്നു, എന്നെയല്ല പ്രിയ കാഞ്ചനമാലയെ കാണാൻ. ഞങ്ങൾ പോയി സഖാക്കളെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞുപോയി ഷാജഹാന്റെ പ്രിയപ്പെട്ടവളോട്, 1 വർഷം മുമ്പ് മുണ്ടക്കൈയിലെ പരിപാടിക്ക് എനിക്ക് നന്ദി പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഭർത്താവാണെന്ന്. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു സഖാക്കള്. നമ്മുടെ പ്രിയപ്പെട്ട ഷാജഹാന്റെ പുന്നാരമകൾ നൈസമോൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ ആ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒറ്റ നയ പൈസ കൊടുത്തോ ഈ ഭരണകൂടം? ഇന്ത്യ ഭരിക്കുന്നവര് കൊടുത്തോ? ഇവരുടെ തറവാട്ട് സ്വത്തുന്ന നമ്മൾ ഈ പണം ചോദിക്കുന്നത് അല്ല. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം. സ്ത്രീകൾ ഇരിക്കുന്നു എന്റെ മുമ്പിൽ. നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോ, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോ നിങ്ങൾ ആദ്യം വാങ്ങിയതെന്താ? ആ കുഞ്ഞിന് എന്താ വാങ്ങിയത്? ബേബി സോപ്പ് അല്ലേ? ആ കുട്ടിയെ കുളിപ്പിക്കാൻ. അത് കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിയത് ബേബി പൗഡർ. അത് കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിയത് ഒരു കുഞ്ഞുടുപ്പ്. അവിടെ തുടങ്ങിയ വാങ്ങലുകൾ. അങ്ങനെ വാങ്ങി ജീവിതകാലം മുഴുവൻ വാങ്ങി അവസാനം മരിച്ചു വീഴുമ്പോ ഏത് മതത്തിൽപ്പെട്ടവന്റെ മരണ വീട്ടിലും നിങ്ങൾ പോയി നോക്ക്, സുഗന്ധം പരത്തി എരിഞ്ഞു കത്തുന്ന സാധനത്തിന്റെ പേര് ചന്ദനത്തിരിന. ആ ചന്ദനത്തിരിയുടെ പാക്കറ്റിന്റെ മുകളിൽ ഉണ്ടാവും ഇൻക്ലൂഡഡ് ടാക്സ്. നിങ്ങൾ വാങ്ങിയ ബേബി സോപ്പിന്റെ മുകളിൽ, അതുപോലെ തന്നെ ബേബി പൗഡറിന്റെ മുകളിൽ, സകലതിന്റെ മുകളിൽ ഉണ്ടാവും ഇൻക്ലൂഡഡ് ടാക്സ്. ആ ടാക്സിനെ GST എന്ന ഓമന പേരിട്ട് വിളിച്ച് മുഴുവൻ കടത്തിക്കൊണ്ടുപോയി. അതിൽ നിന്ന് ഒറ്റ പൈസ തന്നോ ഈ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി? പക്ഷേ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. ഞങ്ങളുടെ യുവജന സംഘടനയുടെ പേരാണ് DYFI. എന്റെ നാട്ടുകാരനും കൂട്ടുകാരനുമായ വസീദ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് VK സനോജ് അവരുണ്ടായിരുന്നു ആ വയനാടിന്റെ മലമടക്കിൽ. ആ വയനാടിലെ മനുഷ്യരുടെ ദുരന്തങ്ങൾ കൺമുമ്പിൽ കണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ദിവസങ്ങളോളം കേരളത്തിലെ ചാനലുകൾ DYFIയെ പ്രത്യേകം അഭിനന്ദിച്ചു. ഞാൻ കൂട്ടത്തിൽ ആരെയും മോശക്കാരനാക്കുന്നില്ല. ആ ദുരന്തം കണ്ടപ്പോ VK സനോജും വസീഫും പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ വയനാട് ദുരന്തത്തിന്റെ ആളുകൾക്ക് DYFI 25 വീട് വെച്ച് നൽകും. 25 വീട് വെച്ച് നൽകും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്തെ DYFIക്കാരൻ നിങ്ങളുടെ മുമ്പിൽ പാട്ട വിളിക്കുകയോ? നിങ്ങളുടെ മുമ്പിൽ വന്ന് റെസീറ്റ് വിരിപ്പിച്ചോ? ഇല്ല. എന്താ അവർ ചെയ്ത്? ഈ അങ്ങാടിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കിക്കൂട്ടി നിങ്ങളുടെ വീടുകളിൽ വന്ന് പഴയ കന്നാസും കടലാസും ചോദിച്ചു വാങ്ങി, ആക്രി വിലക്ക് വാങ്ങി, ആക്രി സംഭാവനയായി വാങ്ങി. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചെങ്കല്ല് ചുമന്ന് നോക്കിയിട്ടില്ലാത്ത DYFIക്കാരൻ പോലും ചെങ്കല്ല് ചുമന്ന് ലോറി കയറ്റി, കരിങ്കല്ല് ചുമന്ന് ലോറി കയറ്റി, മരം തോളത്ത് വെച്ച് ലോറി കയറ്റി അധ്വാനിച്ച് പണമുണ്ടാക്കി. അവൻ മീൻ കച്ചവടം നടത്തി, ചായ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി, ധോത്തി ചാലഞ്ച് നടത്തി. അവരുണ്ടാക്കിയത് എത്രയാണെന്നറിയാം ഞങ്ങൾക്ക്? 20 കോടി 50 ലക്ഷം. 20 കോടി 50 ലക്ഷം. ഞങ്ങൾ 100 വീടുണ്ടാക്കും. 100 വീടിനുള്ള പണം കൊടുത്ത് 25 വീട് പ്രഖ്യാപിച്ചു. അധ്വാനിച്ച് 100 വീടിനുള്ള പണമുണ്ടാക്കി. 100 വീടിന്റെ പണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു. ഇല്ലേ? ഇത് കണ്ടിട്ടാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയാണ്, ഞങ്ങൾ 30 വീടുണ്ടാക്കും. നല്ല കലക്കിയ വർത്താനം അല്ലേ? ഞാൻ അത്രേ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തും പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട കോൺഗ്രസേ, എവിടെയാ പണം? യൂത്ത് കോൺഗ്രസ്സുകാരൻ പറ, ആ പണം എവിടെ? ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചത് ആരാണ്? യൂത്ത് കോൺഗ്രസിനകത്ത് ഇന്ന് ചോദ്യം വന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രക്കാരെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ 85 ലക്ഷം എവിടെയുണ്ട്? അക്കൗണ്ടിലുണ്ട്. എന്നാൽ മുമ്പിലിരിക്കുന്ന പിന്നെ പത്രക്കാർ ചോദിക്കണ്ടേ, ഏത് ജില്ല, എത്ര? DYFIയുടെ കണക്ക് ചോദിക്ക്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിലെ കൊടിയത്തൂർ പഞ്ചായത്തിൽ, എന്റെ കൊടിയത്തൂർ പഞ്ചായത്തിൽ 2 മേഖലാ കമ്മിറ്റികളാണ്. ഒന്ന് കൊടിയത്തൂർ മേഖല, പന്നിക്കോട് മേഖല. കൊടിയത്തൂർ മേഖല ഉണ്ടാക്കിയ പണം 3,33,333 രൂപ. ഇത് ഞാൻ പ്രാസൂപ്പിച്ച് പറയില്ല. അന്ന് DYFI കാണിച്ചു ഓരോ മേഖലയിൽ നിന്ന് എത്ര വരുന്നു. എന്റെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രം ഏകദേശം 25 ലക്ഷത്തോളം രൂപ വന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം 2 കോടി 87 ലക്ഷത്തോളം വന്നു. അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ മണ്ഡലത്തിലുമുള്ള കണക്ക് പ്രഖ്യാപിച്ചു. എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയാണ്, എന്താ പറഞ്ഞത്?
85 ലക്ഷം ഞങ്ങളെ കയ്യിലുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ. കോഴിക്കോട് ജില്ലയിലെ 4 നിയോജകമണ്ഡലത്തിലെ പിന്നെ കണ്ണൂർ ജില്ലയിലെ 5 നിയോജകമണ്ഡലത്തിലെ കണക്കുകൾ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ പുറത്തുവിട്ടല്ല, ഈ പണമുണ്ടാക്കിയ സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാരൻ പുറത്തുവിട്ട കണക്കുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാ, മട്ടന്നൂരിലെ പിന്നെ കണക്കെനിക്ക് കിട്ടിയില്ല. പൊറാട്ട ചാലഞ്ചിന്റെ ആ പിന്നെ പരസ്യപ്പെടുത്തി എന്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, പൊറാട്ട ചാലഞ്ചിൽ പങ്കെടുത്ത 401 പേർക്ക് അഭിവാദ്യങ്ങൾ. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ കമ്മിറ്റി ആത്മാർത്ഥമായി ചെയ്ത. മട്ടന്നൂരിൽ ഞാൻ വിളിച്ചന്വേഷിച്ചു. പൊറാട്ട ചാലഞ്ചിന് 60 രൂപ, 2 പൊറാട്ടയും 1 കോഴിക്കറിയും, അതിനാണ് 60. അപ്പൊ 4001 കുടിക്കണം 60, എത്ര ഉണ്ടാവും? 2,40,060 രൂപ. അതേ സമയത്ത് കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് 3 ലക്ഷത്തി ചില്ലാനം. ഇങ്ങനെ കണക്കൂട്ടിയാൽ ഈ കേരളത്തിൽ 2.5 കോടിയുടെയും 3.5 കോടിയുടെയും ഇടയിൽ പണമുണ്ട്. ആരുടെ കയ്യിൽ? യൂത്ത് കോൺഗ്രസ് മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ പിരിവെടുത്ത പണം. ആ പണം എവിടെ പോയി? സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് പ്രണയം നടിച്ച് പെൺകുട്ടികളെ വിളിച്ച് നീ വാ 5 സ്റ്റാർ ഹോട്ടലിൽ. ഞാൻ പറയുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ ചിലപ്പോ ഏതെങ്കിലും സ്ത്രീകളുടെ പരാതിയിൽ പ്രതികളായിട്ടുണ്ടാവും. സ്ത്രീകളിരെയും പ്രതികൾ പീഡിപ്പിക്കപ്പെട്ടവരുണ്ടാവും. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ട് ചില പുരുഷന്മാരെ കോടതി ഒഴിവാക്കി നിഷ്കളങ്കരാണെന്ന് അറിഞ്ഞപ്പോ അവരെ പാർട്ടി തിരിച്ചെടുത്തിട്ടുണ്ട്. ജയിലിലടച്ച 2 MLA-മാരെ നിങ്ങളെ വിൻസെന്റ് MLA അടക്കം കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തെ പോലെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സ്ത്രീയും പുരുഷൻ തമ്മിൽ എളുപ്പമുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം മതവിശ്വാസ പ്രകാരം, എന്റെ മതവിശ്വാസ പ്രകാരം ആദ്യ മനുഷ്യൻ ആരാണ്? ആദം നബി. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ആദ്യ മനുഷ്യരാരാണ്? ആദമിനോട് പടച്ചോ നേരിട്ട് പറഞ്ഞില്ലേ ആ കനി തിന്നല്ലേ നേരിട്ട് പറഞ്ഞു. എന്നിട്ടോ ആദം തിന്നു. ആ ആദമിന്റെ പിന്മുറക്കാരാ നമ്മള്. മനുഷ്യനെ തെറ്റുപറ്റാം, പക്ഷേ ഒന്നേ ഉണ്ടാവും, എണ്ണപ്പോഴും കിട്ടിയിട്ടില്ല. ആരെ? ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയുന്നതിന് പരിധി, ഞാൻ ഒറ്റവാക്കിൽ ഒതുക്കാം. എണ്ണപ്പോഴും കിട്ടിയിട്ടില്ല. ആരാ പരാതിപ്പെട്ട? ഞങ്ങളാണോ? അല്ല, കോൺഗ്രസ്സുകാർ. നിങ്ങൾ നോക്ക്, ഇപ്പൊ കേസ് വരുന്ന 18 വയസ്സ് മുതൽ, ഞാൻ പറയില്ല, നിങ്ങളവിടെ ഇരുന്നോളി. 18 വയസ്സ് മുതൽ, അല്ല ഒരുവിധം മനുഷ്യന്മാർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. 18 വയസ്സ് മുതൽ 69 വയസ്സ് വരെയുള്ളവര്. മുമ്പിൽ കാണുന്ന സ്ത്രീകളെ മുഴുവൻ ഭോഗവസ്തുവായ ഒരു മനുഷ്യൻ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി. ഗർഭചിത്രം നടത്താൻ നീ തയ്യാറല്ലെങ്കിൽ നിന്നെയും നിന്റെ കുട്ടിയെയും കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ആര്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. മനസ്സിലായില്ല നിങ്ങള്? എന്റെ വിഷയം അതല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ പണം വയനാടിന്റെ മനുഷ്യരുടെ പേരിൽ പിരിപ്പിച്ച പണം 5 സ്റ്റാർ ഹോട്ടലുകളിൽ സുഖിക്കാൻ കൊണ്ടുപോയവർ യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസുകാരോട് ചോദിച്ചു, YPCC പ്രസിഡന്റിനോട്, നിങ്ങൾ വീടുണ്ടാക്കുന്നു പറഞ്ഞിരുന്നല്ലോ, കണക്കെവിടെ? എന്റെ സുഹൃത്താണ് നമ്മുടെ പിന്നെ ഇപ്പോഴത്തെ KPCCയുടെ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ. അനിൽ പറഞ്ഞു, ആപ്പിലുണ്ട്, നിങ്ങൾ ആപ്പ് പരിശോധിച്ചാൽ മതി. എന്റെ കോൺഗ്രസ്സുകാരൻ വെല്ലുവിളിക്കുക, 10,000 രൂപ എപ്പം വെച്ചോളൂ. ആപ്പൊന്ന് കാണിച്ചു നിങ്ങൾ. ആപ്പ് പോയി, ആപ്പടക്കം പോയി. എന്റെ പൊന്നാര കോൺഗ്രസ്, ഇതൊക്കെ ലീഗിനെ കണ്ട് പഠിക്കാൻ. നിങ്ങൾ കക്കുക നക്കുക മുക്കുക ഓലെ മുദ്രാവാക്യം. ഓല് പിരിപ്പിച്ചു. വയനാട്ടിൽ ഭൂമി വാങ്ങി. നമ്മൾ വീടുണ്ടാക്കിയപ്പോ പറഞ്ഞു, ഇതാ നമ്മുടെ വീട് തട്ടിപ്പാണ്. ലീഗുകാർ പോയിട്ട് ഇങ്ങനെ തപ്പിയിട്ട് ഓല് പറഞ്ഞു, തറ കാണുന്നില്ല. ഏത്? നമ്മൾ ഉണ്ടാക്കിയ വീട് 66.22 ഹെക്ടർ, 2 ഏക്കറയും 45 സെന്റുമാണ് ഒരു ഹെക്ടർ. 66.22 ഞങ്ങൾ ഗുണിച്ചു നോക്കി. എൽസൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തപ്പോ നമ്മൾ കോടതി കെട്ടിയ 44 കോടി. അതിനെ ഹരിച്ചാൽ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് കൈ ഉറക്ക പൊട്ടിയാൽ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലേക്ക് ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് 130 മീറ്റർ വീതിയിൽ എൻട്രി. എത്രയാ വില വന്നത്? സെന്റിന് 24,000. അവിടെ വീടുണ്ടാക്കി. എങ്ങനെയാ? എന്റെ വീഡിയോ എന്നെ ഫോളോ ചെയ്തവരുടെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അവിടെ പോയി വീഡിയോ ചെയ്തു. ലീഗാരെ ശല്യം കൊണ്ട് ചെയ്താ. എങ്ങനെയാണെന്നറിയോ? ഭൂമിന്റെ ഘടനക്കനുസരിച്ച് 1.5 മീറ്റർ മുതൽ 3 മീറ്റർ ആഴത്തിൽ വരെ കുഴി കുത്തുന്നു. 90 സെന്റിമീറ്റർ നീളം, 20 സെന്റിമീറ്റർ വീതി, കമ്പി ഇട്ടിട്ട് ബീം ഉണ്ടാക്കുന്നു. എത്ര എണ്ണം? 12 എണ്ണം. ഭൂമിയുടെ ഉയരത്തിലേക്ക് വരുമ്പോ അത് ബെൽറ്റ് ഇടുന്നു. ഇതേ കമ്പിയുണ്ട്. പിന്നെ ലീഗാരം പോയി തപ്പിയാൽ തറ കാണോ? 2 ബെഡ്റൂം, 2 ബാത്റൂം, 1 ഡൈനിങ് റൂം, 1 സിറ്റിംഗ് ഹാള്, 1 പഠനമുറി, 1 വരാന്ത. അപ്പൊ ഇവര് കുഴപ്പം പറഞ്ഞു. വരാന്തക്കും പഠനമുറിയുടെയും മുകളിൽ ഓടാണ്.
അത് എന്തിനാട്ടെന്ന് ലീഗുകാർക്ക് മനസ്സിലായനോ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായനോ? 12 ബീമിൽ 3 നിലയിൽ കെട്ടിടമുണ്ടാക്ക. ഇപ്പൊ പുറത്തൂടെ കോണി. ഈ കുടുംബത്തിന് മുകളിലേക്ക് വീടുണ്ടാക്കണമെങ്കിൽ ഈ പഠന റൂമിന്റെ ഓട് പൊളിച്ചാ നേരെ മേലോട്ട് സ്റ്റെപ്പായിട്ടുണ്ടാക്ക. അത് കഴിഞ്ഞ് ഞാൻ നേരെ വയനാട്ടിലേക്ക് പോയി. എവിടേക്ക്? മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് മുട്ടിലേക്ക് പോകുന്ന സാധാരണ റോഡ്, സാധാരണ ഒരു റോഡ് മോശമാണെന്നൊന്നും പറയില്ല, റബ്ബറൈസ്ഡ് റോഡാണ്. അവിടെ പോയാൽ വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത്, അതായത് മേപ്പാടി പഞ്ചായത്തിന്റെ 1-ാം വാർഡ് വെള്ളിത്തോട്. എന്താ പ്രദേശത്തിന് പേര് വരാനുള്ള കാരണം? അവിടെ ഒരു തോടുണ്ട്. തോട് എന്ന് പറഞ്ഞാൽ തോടാണോ? അല്ല. കുറച്ച് വീതിയുണ്ട്. പുഴയാണോ? അല്ല. രണ്ടിന്റെ നടുവിൽ ആ വെള്ളിത്തോടിന് ഇപ്പുറം 300 മീറ്റർ ഇപ്പുറത്ത് 6.5 ഏക്കർ ഭൂമി വാങ്ങി ലീഗ്. വെള്ളിത്തോടിനോട് ചേർന്ന് അഡ്വക്കേറ്റ് കല്ലങ്കോടം മൊയ്തുവിന്റെ 3.5 ഏക്കറയും വാങ്ങി. ആരാ അഡ്വക്കേറ്റ് കല്ലങ്കോടം മൊയ്തു? കുഞ്ഞാലിക്കുട്ടിന്റെ അളിയൻ. അതാണല്ലോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, വില കൂടിയാലും ഭൂമിക്ക് മുഞ്ചുണ്ടാവും, അളിയന്റെ ഭൂമിയാണ്. എന്നാണോ രജിസ്ട്രേഷൻ നടന്നത്, അതേ ദിവസം കല്ലങ്കോടം മൊയ്തു ബെൻസ് കാർ വാങ്ങി. നാസർ കൊളായി കളവ് അറിയില്ലട്ടോ. ബെൻസ് കാറിന്റെ രജിസ്ട്രേഷന്റെ കടലാസിന്റെ കയ്യിലുണ്ട്. കല്ലങ്കോടം മൊയ്തുവിന്റെ കയ്യിൽ അതിനു മുമ്പും ബെൻസ് ഉണ്ട്. നല്ല പൈസക്കാരനാണ്. പക്ഷെ ഇതേ ദിവസം അയാൾ ബെൻസ് വാങ്ങി. ഇനി ആ ഭൂമിന്റെ പ്രത്യേകത കൂടി പറഞ്ഞുതരാ. ഈ വെള്ളിത്തോട് എല്ലാ പ്രളയകാലത്തും നിറഞ്ഞു കവിയും. ആ പ്രളയകാലത്ത് നിറഞ്ഞു കഴിയുമ്പോ അവിടെ 15-20ഓളം വരുന്ന വീട്ടുകാരെ കുടിയൊഴിപ്പിക്കും. തൊട്ടടുത്തുള്ള സെന്റ് തോമസ് ചർച്ചിലേക്ക് മാറ്റും. മനസ്സിലായ നിങ്ങൾക്ക്? പ്രളയത്തിലുള്ള ആളെ കൊണ്ടുവന്നിട്ട് പ്രളയമുള്ളോട് തന്നെ വെക്കാണ്. ആ ഭൂമി ഏതാണ്? തൊട്ടഭൂമി. തൊട്ടഭൂമിക്ക് എത്രയാ വില കൊടുത്തത്? 1 ലക്ഷം മുതൽ 1,25,000 വരെ. എന്റെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. തോട്ടഭൂമി അല്ലാത്ത ഭൂമിക്ക് 1 ഏക്കറക്ക് 1 സെന്റിന് 1 ലക്ഷം ഉണ്ട്. തോട്ടഭൂമി 60,000, പരമാവധി 70,000. നോക്കുങ്ങൾ, മരിച്ച മനുഷ്യരുടെ പേരിൽ ലീഗ് നടത്തിയ തട്ടിപ്പുകളെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് വേറെ ഒന്നുകൂടി പറഞ്ഞു, MLA നിങ്ങളിത് കേൾക്കണം. എന്താണെന്നറിയോ? ഈ ഭൂമി വിലക്ക് വാങ്ങി മാത്രമല്ല തട്ടിപ്പ്, ഇവര് രജിസ്ട്രേഷനിൽ ഒരു തട്ടിപ്പുണ്ട്. ആദ്യത്തെ രജിസ്ട്രേഷൻ തങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്തു, എന്നിട്ട് ഇരകൾക്ക് കൊടുക്കാണ്. അപ്പൊ അതെന്താ ലീഗ് അങ്ങനെ? അപ്പൊ അവര് പറഞ്ഞു, തങ്ങളെ പേരിൽ ഭൂമി വാങ്ങിയാൽ അതിനൊരു ബർക്കത്ത് ഉണ്ടാവും. ആരെ? തങ്ങളെ ബർക്കത്ത്. ആ ബർക്കത്തോടു കൂടിയാണ് മറ്റൊന്ന് കിട്ടുന്നത്. തൊട്ട ഭൂമിയിൽ വീടുണ്ടാക്കാൻ പാടില്ല. ലാൻഡ് ബോർഡ് ഇടപെട്ടു. ഈ വിറ്റവനോട് ചോദിച്ചു, ഈ വിറ്റ ഭൂമി ഏതാണ്? ഓൻ പറഞ്ഞു തോട്ടഭൂമി. ആരാ മരം മുറിച്ചത്? അത് വാങ്ങിയോല്. ഞാൻ അറിയില്ല. വാങ്ങിയോലെ പേരിൽ കേസ് വന്ന്. ആരാ വാങ്ങിയത്? പാണക്കാട് തങ്ങള്. അപ്പൊ തങ്ങൾക്ക് കിട്ടിയ ബർക്കത്ത് മനസ്സിലായില്ലേ? പോരുണ്ടാക്കണവന് ബർക്കത്ത് അടക്കം പോവാണ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി അവന് കിട്ടിയാൽ കേസ് അടക്കം അവന്റെ പേരിൽ. മനസ്സിലായി? നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങള്, മനുഷ്യന്മാരുടെ പേരിൽ തട്ടിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യം വരേണ്ടി. സഖാവ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായി, എന്റെ ട്രെയിനും പോകും. ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് പുറേ പോയാൽ മതി, എനിക്കെന്റെ നാട്ടതാ അലാറടിച്ച്. അതുകൊണ്ട് ഞാൻ ചുരുക്കാണ്, ഈ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണ്ടേ? മരിച്ച മനുഷ്യരുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഈ മനുഷ്യന്മാര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടന്നാൽ എന്റെ രാഷ്ട്രീയ പ്രഭാഷണം പാതി വഴിയിൽ ഞാൻ നിർത്തുകയാണ്. രാഷ്ട്രീയമായി ഇനിയും പറയണ്ടെങ്കിൽ, പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ കാരണം? ഈ നാട്ടിൽ ജനങ്ങൾക്ക് നമ്മൾ പെൻഷൻ, സ്കൂളുകള്, റോഡുകള് 2018-ലും 2019-ലും പ്രളയമുണ്ടായി. പ്രളയജലം ഇരച്ചു വരുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? നമ്മൾ അങ്ങോട്ട് ഇറങ്ങല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? റീബിൽഡ് കേരള, പുനഃസൃഷ്ടിക്കണം ഈ കേരളത്തെ. പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, പ്രളയത്തിന് ശേഷമുള്ള കേരളം. 8 കൊല്ലം മുമ്പ് ഞാൻ വന്ന അങ്ങാടിന്റെ റോഡല്ല ഈ നാട്ടിലെ അങ്ങാടിന്റെ റോഡ്, ഈ നാട്ടിലെ സ്കൂളുകള്, കെട്ടിടങ്ങള്. പറയാൻ ഒരുപാട് സമയം വേണ്ടിയിരുന്നു. കഷ്ടകാലത്തിന് എന്റെ ട്രെയിൻ പോകും, അതുകൊണ്ട് ഞാൻ ചുരുക്കുക. ആ വികസനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പ്രത്യേകിച്ച് മുസ്ലിം ആളുകളുടെ ഇടയിൽ കയറിയിട്ട് മുസ്ലിം ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും മാധ്യമവും VDA1ഉം കോൺഗ്രസും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഈ ഗവൺമെന്റിന് ഇസ്ലാമോഫോബിയാണ്, മുസ്ലിങ്ങളോട് ശത്രുതയാണ്. അതിനിവർ പല ഉദാഹരണങ്ങൾ പറയുന്നതിൽ ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസ്. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളായ RSSകാരെ പിടിച്ചു. ആ RSSന്റെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. അതുകൊണ്ട് പിണറായി രാജിവെക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ല? പിണറായിയാ വിധി പറഞ്ഞു? പിണറായിയാണോ വിധി പറഞ്ഞത്? ഞങ്ങൾ ചോദിക്കട്ടെ. ഷിബിൻ വധക്കേസ് നാദാപുരം, പിന്നെ പിണറായിയുടെ ഭരണത്തിൽ മുസ്ലിം ലീഗിന്റെ തമ്മാടിക്കൂട്ടം വെട്ടിക്കൊന്നു 19 വയസ്സുള്ള മനുഷ്യനെ, ഷിബിൻ എന്ന ചെറുപ്പക്കാരനെ. അതിലെ പ്രതികളെ എല്ലാവരെയും കോടതി വെറുതെ വിട്ടു. ഗവൺമെന്റ് മേൽക്കോടതി പോയി, ഇപ്പൊ ശിക്ഷിച്ചു 10 കൊല്ലത്തിന് ശേഷം. ഇത്തവണത്തെ രക്തസാക്ഷി ദിനത്തിന് ഞാനാ പോയത്. ഷിബിന് നീതി കിട്ടിയതിനു ശേഷമുള്ള രക്തസാക്ഷി ദിനം.
ഇല്ലേ? റിയാസ് മൗലവി വധക്കേസിൽ നാം മനസ്സിലാക്കിക്കോ, കേരള ചരിത്രത്തിൽ ഒരു പ്രത്യേക റെക്കോർഡ് ഉണ്ടായിരുന്നു. റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ 3-ാമത്തെ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു, എന്നിട്ട് റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് പ്രതികൾ പുറം ലോകം കണ്ട പിന്നെ എന്താണെന്നറിയോ? 7 കൊല്ലം 7 ദിവസം കഴിഞ്ഞിട്ട് 7 കൊല്ലം 7 ദിവസം ഈ കേരളത്തിൽ ഏത് റിമാൻഡ് പ്രതികൾ കിടന്നിട്ടുണ്ട് പുറം ലോകം കാണാതെ? 7 കൊല്ലം 7 ദിവസം. എന്റെ നാട്ടിൽ സദാചാര കൊലക്കേസ്, ആ കൊലക്കേസിലെ പ്രതികളൊക്കെ പരോളിൽ വരുന്നുണ്ട്. കോവിഡ് കാലത്ത് എല്ലാ കൊലക്കേസിലെയും പ്രതികളെ മാസങ്ങളോളം തുറന്നു വിട്ടു കോടതിയിൽ നിന്ന്. അന്നും തുറന്നു വിട്ടില്ല RSS ഈ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ. അത് കോടതി ശിക്ഷിച്ചല്ല, കേരളത്തിന്റെ പോലീസ് റിമാൻഡ് ചെയ്തു. ആ കേരളത്തിന്റെ പോലീസിന്റെ മന്ത്രിന്റെ പേര് സഖാവ് പിണറായി വിജയൻ. മനസ്സിലായി നിങ്ങൾക്ക്? RSS കാരന് 7 കൊല്ലം 7 ദിവസം തടവിലിട്ടു. കോടതി വിധി പറഞ്ഞു, അപ്പീലിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ നടക്കും. ഞാൻ ചുരുക്കാം, ഈ ഇസ്ലാമോഫോബിയ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ തുടങ്ങിയ? അല്ല, ഇപ്പൊ തുടങ്ങിയല്ല. 80കളുടെ അവസാനം, 80കളുടെ അവസാനത്തിൽ ശരീഅത്ത് വിവാദം കത്തി നിൽക്കുന്ന സമയം, അന്ന് മലപ്പുറം ജില്ലാ MSFന്റെ പ്രസിഡന്റിന്റെ പേര് AP അഹമ്മദ്. അദ്ദേഹം ചന്ദ്രികയിലെ എഡിറ്ററാണ്. ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററുടെ പേര് മങ്കർ അബ്ദുൽ അസീസ് മൗലവി. മങ്കർ അബ്ദുൽ അസീസ് മൗലവി AP അഹമ്മദിനെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ തിരുവനന്തപുരത്ത് പോകണം, കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളെ കൊണ്ടുവന്ന നിയമങ്ങളെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് ലേഖനം എഴുതണം, അത് പരമ്പരയായി ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കണം. ചെല്ലും ചെലവും കൊടുത്ത് AP അഹമ്മദിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. അദ്ദേഹം പറയുന്നു, 84 രേഖകൾ ഞാൻ പരിശോധിച്ചു. ഓരോ രേഖകളും പരിശോധിക്കുമ്പോൾ സത്യം ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി. ഇല്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവ കഥയുണ്ട്. പ്രവാചകനെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി വന്ന ഉമറിന്റെ കഥ. പ്രവാചകന്റെ മുമ്പിലെത്തിയപ്പോ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടപ്പോ സത്യം തിരിച്ചറിഞ്ഞപ്പോ കൊല്ലാനൂരിയ വാള് ഉറയിലിട്ട് പ്രവാചകനിൽ വിശ്വസിച്ച് ശേഷം ഇസ്ലാമിന്റെ 2ാം ഖലീഫയായ ഉമറിന്റെ കഥ പോലെ ഓരോ രേഖകളും പരിശോധിച്ചപ്പോ സത്യം തിരിച്ചറിയാൻ തുടങ്ങിയ AP അഹമ്മദ് കറുത്ത മഷിയുള്ള പേന കൊണ്ട് വെളുത്ത കടലാസിൽ എഴുതി തുടങ്ങി. എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ മങ്കർ അബ്ദുൽ അസീസ് മൗലവിയുടെ അടുത്ത് ചെന്ന് എന്നിട്ട് പറഞ്ഞു, മൗലവി ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അപ്പൊ മൗലവി ചോദിച്ചതെന്താ? അപ്പൊ AP അഹമ്മദ് പറഞ്ഞു, ഞാൻ സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം മൗലവി പറഞ്ഞു, എങ്കിൽ ഞാനൊന്ന് വായിക്കട്ടെ. അതിന്റെ ആദ്യത്തെ വരി എന്താണെന്നറിയോ? വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് പുഴുക്കളെ പോലെ ജീവിക്കുന്ന മുസൽമാന് ഈ കേരളത്തിനകത്ത് നട്ടൽ നിവൃത്തി ജീവിക്കാൻ ഒരു കാരണക്കാരനുണ്ടെങ്കിൽ അയാളുടെ പേര് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന. ഒരുപാട് കാലത്തിനപ്പുറം AP അഹമ്മദ് നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നു. പൊതുയോഗം കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ആ വന്ന മനുഷ്യന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. ആ അബ്ദുൽ ജബ്ബാറിന് ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ AP അഹമ്മദിന്റെ അടുത്ത് വന്ന് കൈപിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ മലപ്പുറം ജില്ലക്കാരനാണെന്ന്. മലപ്പുറം ജില്ലക്കാരനായ നിങ്ങളെ കാണാനും പ്രസംഗം കേൾക്കാനും ഇപ്പൊ നിങ്ങളുടെ കൈപിടിക്കാനും കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അപ്പോ AP അഹമ്മദ് ചോദിച്ചു, അതെന്താ മലപ്പുറം ജില്ലക്ക് ഇത്ര വലിയ പ്രത്യേകത? ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ച നാളെ മുതൽ എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തെ കണ്ടിട്ടില്ല, നീലാകാശത്തെ കണ്ടിട്ടില്ല, പൂക്കളെ കണ്ടിട്ടില്ല, വസന്തങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു കണ്ണിന് കാഴ്ചയുണ്ട്. ഞാൻ ഈ ലോകത്തെ കാണുകയാണ്, വസന്തങ്ങളെ കാണുകയാണ്, പറവകളെ കാണുകയാണ്, പൂക്കളെ കാണുകയാണ്. ഈ കാഴ്ചയുള്ള കണ്ണുണ്ടല്ലോ, അതെനിക്കൊരാൾ ദാനം ചെയ്തതാണ്. ആ ദാനം ചെയ്ത ആളുണ്ടല്ലോ, അയാൾ മലപ്പുറം ജില്ലയിലുള്ളതാണ്. അയാളുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. അയാളുടെ പേര് ആര്യ അന്തർജനമെന്നാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMSന്റെ ഭാര്യ ആര്യ അന്തർജനം ദാനം ചെയ്ത കണ്ണുകൊണ്ട് ഈ ലോകത്തെ കണ്ട അബ്ദുൽ ജബ്ബാർ AP അഹമ്മദിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തു. അബ്ദുൽ ജബ്ബാർ പള്ളിയിലേക്ക് ഓടി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന AP അഹമ്മദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയാൽ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പള്ളിയിലേക്ക് പോയതാണ് നമസ്കരിക്കാൻ. എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത കാലത്ത് ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു. പക്ഷേ ഒരു കണ്ണിന് കാഴ്ച കിട്ടിയതിന് ശേഷം ഞാൻ 5 നേരവും മുടങ്ങാതെ പള്ളി പോവും. എന്തിനാണെന്നറിയോ? 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ പടച്ച തമ്പുരാനോട് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കും, പടച്ചവനെ എന്റെ കണ്ണിന് കാഴ്ച നൽകിയ ആര്യ അന്തർജനത്തെ നീ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാറിന്റെ പ്രാർത്ഥന പടച്ചവന്മാർ കേൾക്കോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, ഈ വർത്തമാനകാലത്ത് ഞാനും നിങ്ങളും കാണുന്ന കാഴ്ച എന്താണ്? കൽക്കട്ടയുടെ തെരുവീതികളിൽ രക്തത്തിലും ചലത്തിലും ചളിയിലും കുളിച്ച മനുഷ്യരെ ഒപ്പിയെടുത്ത് കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ നൽകി അവരുടെ മുമ്പിലെ കൺകണ്ട ദൈവമായ മദർ തെരേസ, ആ മദർ തെരേസയുള്ള സ്വർഗം ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ KT ജലീലിനെ കാഫറാക്കിയ ലീഗുള്ള നാടാ കേരളം.
അഹിംസ എന്ന മുദ്രാവാക്യത്തിലൂടെ ഒരു നാടിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ മഹാത്മാഗാന്ധിയുള്ള സ്വർഗം ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ KT ജലീലിനെ കാഫറാക്കിയ ലീഗുള്ള നാടാണ് കേരളം. സാന്ദർഭികമായ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതന്റെ പ്രസംഗം കേൾക്കാനിടയായി ഞാൻ. ഏത് പണ്ഡിതന്റെ പ്രസംഗം എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ആ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ അറിയോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരില്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതര മതത്തിൽപ്പെട്ട ഡോക്ടർമാരെ കാണിക്കാവൂ. എങ്ങനെയുണ്ട് നമ്മളെ നാടുകളെ അഭിപ്രായത്തിൽ? ഉഷാറല്ലേ? ഭാര്യക്ക് അസുഖമാണ്, അസുഖം മൂത്ത മരണമാണ്. മരണമല്ല പ്രശ്നം, പിന്നെന്താ പ്രശ്നം? പരിശോധിക്കുന്ന ഡോക്ടറുടെ മതമാണ് പ്രശ്നം. എനിക്ക് ആ പണ്ഡിതനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. താങ്കൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ പഠിച്ച് ആ കുട്ടിക്ക് MBBS പ്രവേശനം കിട്ടിയെങ്കിൽ, അങ്ങനെ കിട്ടിയത് തൃശൂർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ, ലോകത്തെ എല്ലാ മെഡിക്കൽ കോളേജും പോലെ തൃശൂർ മെഡിക്കൽ കോളേജിലും മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് മുറിയുണ്ട്. ആ ക്ലാസ് മുറിയുടെ പേര് അനാട്ടമി ക്ലാസ് എന്നാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാട്ടമി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ നടുവിൽ ആ ബെഞ്ചിൽ ഒരു മൃതശരീരം ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. നെഞ്ചു കേറി വയറ് കേറി ഒരു മൃതശരീരം. ആരുടേതാണെന്നറിയോ സഖാക്കൾക്ക്? വനിതാ സഖാക്കൾക്ക് അറിയാം ആരുടേതാണ്? നിങ്ങൾ അറിയണം. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ജോസഫൈൻ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ കൂടിയായിരുന്നു. ആ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് ഒരു അമ്മയുടെ സ്നേഹാധികാരത്തോടെ, അമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ ഒന്ന് ചോദിച്ചു പോയി, എന്തേ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാതിരുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടില്ലേ കേരളത്തിലെ സകല ചാനൽ മുറിയിലെയും കോട്ടിട്ട തമ്പുരാക്കന്മാര് ജോസഫൈന്റെ പച്ചമാംസം കൊത്തി വലിച്ചു വിചാരണ ചെയ്തു ദിവസങ്ങളോളം. ഈ വിഷയത്തിന്റെ പേരിൽ കേരളത്തിലെ സകല പത്രങ്ങളും വെണ്ടക്ക അക്ഷരം നിരത്തി ജോസഫൈന്റെ പച്ചമാംസം കടിച്ചു കീറി. തെരുവോരങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾ ജോസഫൈനെ പച്ചമാംസം കൊത്തി വലിച്ചു. അവസാനം പാർട്ടിക്ക് പോലും ജോസഫൈനോട് പറയേണ്ടി വന്നു വനിതാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന്. രാജിവെച്ച ദിവസം സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിൽ എത്ര പേര് കേട്ടു എന്ന് എനിക്ക് പറഞ്ഞൂടാ. സഖാവ് പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഇൻകുലാബിന്റെ വിളികൾ കേട്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. ചെങ്കൊടി ആകാശത്തേക്ക് പാറിപ്പറക്കുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. സഖാക്കളെ, നിങ്ങൾ കണ്ടോ? 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോ 1000 കണ്ടനാളങ്ങളിൽ നിന്ന് ഇൻകുലാബിന്റെ വിളി വരുമ്പോ ആയിരങ്ങൾ ചെങ്കൊടി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോ ആ കാഴ്ച കണ്ടുകൊണ്ട് 23ാം പാർട്ടി കോൺഗ്രസിനകത്ത് ഹൃദയം പൊട്ടി ജോസഫൈൻ മരിച്ചു. കാണണോ നിങ്ങൾക്ക് ജോസഫൈനെ? കാണണോ? എന്റെ കൂടെ വാ. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. ആ നെഞ്ചു കീറിയിട്ടുണ്ട്, ആ വയറ് വളർന്നിട്ടുണ്ട്. കീറിയ നെഞ്ചിനകത്തൂടെ വയറിനകത്തൂടെ കൈയിട്ട് ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രിസ്ത്യാനിയുടെ, മതമുള്ളവന്റെ, മതമില്ലാത്തവന്റെ കുട്ടികൾ പഠിക്കാണ്. ഇത് ഹൃദയം, ഇത് കിഡ്നി, ഇത് നട്ടല്, ഇത് വാരിയല്. എന്നിട്ട് അവര് നല്ല ഡോക്ടർമാരാകുക, സമൂഹത്തിലേക്ക് ഇറങ്ങുക, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എത്ര പേർ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ പേരാണ് സഖാവ്. എത്ര പേർ? 34 കൊല്ലം ബംഗാൾ ഭരിച്ചതിൽ മഹാഭൂരിപക്ഷം ഭരിച്ച ജ്യോതി ബാസുവിനെ കാണണോ നിങ്ങൾക്ക്? ഈ അടുത്ത കാലത്ത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയെ കാണണോ നിങ്ങൾക്ക്? വാ. കൽക്കട്ട മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാക്കൾ ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. അകാലത്തിൽ നമ്മളെ വിട്ടുപരിഞ്ഞു പോയ സീതാറാം യെച്ചൂരിയെ കാണണോ നിങ്ങൾക്ക്? വാ. ഡൽഹി എയിംസിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ഒരുപാട് കാലം കാസർകോടിന്റെ MP ആയിരുന്ന രാമണ്ണറയെ കാണണോ നിങ്ങൾക്ക്? വാ. കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. പുന്നക്കൽ സംശുവിനെ കാണണോ നിങ്ങൾക്ക്? SDPIക്കാർ വെട്ടിനുറുക്കി മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന് സാധാരണ മരണം പ്രാപിച്ച പുന്നക്കൽ സംശുവിനെ കാണണോ? മഞ്ചേരി മെഡിക്കൽ കോളേജിന് അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. എറണാകുളത്തിലെ മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ MA ലോറൻസ് സഖാവിനെ കാണണോ? എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. എത്ര പേർ? മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ പേരാണ് സഖാവ്. തന്റെ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട NM സാരി അടക്കമുള്ള പ്രിയപ്പെട്ട സഖാക്കൾ, പ്രിയപ്പെട്ടവരെ, പോരാട്ടത്തിന് കരുത്തേകുന്ന മുദ്രാവാക്യം നമ്മെ ഏൽപ്പിച്ചു പോയവരാണ്. ആ മുദ്രാവാക്യം ഏറ്റെടുക്കുക എന്ന വർത്തമാനകാല കടമ ഈ സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.